സംപൂജ്യരായ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ്, എൻ്റെ പ്രിയ കുടുംബാംഗങ്ങൾക്കും വിനീത പ്രണാമം അർപ്പിക്കുന്നു. ഭാരതീയ ചിന്താധാരകൾ ലോകത്തിൻ്റെ എല്ലാ മൂലയിലും അസാധാരണമായ വൈഭവത്തോടുകൂടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പരമപവിത്രമായ ആ രാഷ്ട്രത്തിൻ്റെ മക്കളായി ജന്മം ലഭിക്കാൻ ഭാഗ്യം കിട്ടിയ നമുക്ക് ആ നാടിൻ്റെ മഹത്വം അറിയാൻ, അതിൽ അഭിമാനിക്കാൻ, മറ്റുള്ളവരെ അറിയിക്കാൻ 10,000-ത്തിലധികം വർഷങ്ങളായി ഭൂമുഖത്ത് സകല ദുഃഖങ്ങളും ഏറ്റുവാങ്ങി നിലകൊള്ളുന്നൊരു സംസ്കാരത്തിൻ്റെ അനന്തരാവകാശികളാണ് നമ്മളെന്ന് പറയാൻ സാധിക്കണം. ലോകത്തിൻ്റെ ഏറ്റവും പ്രശസ്തങ്ങളായ യൂണിവേഴ്സിറ്റികൾ കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും ഹാർവാർഡിലും MITകളിലും എല്ലാം ഈ നാടിൻ്റെ പൈതൃകത്തിൻ്റെ ഓരോ വരിയും പഠിക്കാനും ഗവേഷണം നടത്താനും അതിൽ പേറ്റന്റുകൾ എടുക്കാനും അവർ മുമ്പോട്ട് വരുന്നു എങ്കിൽ ആ 103 കോടി ജനതകളെ വഹിക്കുന്ന ആ മാതൃഭൂമിയുടെ സന്ദേശം അത് പഠിക്കാൻ, അതിൽ അഭിമാനിക്കാൻ ഭാരതീയരായ നാം ലോകത്തിൽ എവിടെയാണ് ജീവിക്കുന്നത് എങ്കിലും നമുക്ക് സാധിക്കണം. ലോകത്തിൻ്റെ മുഴുവനും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു രാഷ്ട്രമാണ് ഭാരതം. നമ്മൾ എന്നും പ്രാർത്ഥിച്ചിരുന്നു. ഇന്നലേക്ക് മിനിഞ്ഞാന്ന് വൈകുന്നേരം ഞാൻ ആ വരി ഇവിടെ ആവർത്തിക്കുകയുണ്ടായി. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അറിഞ്ഞും അറിയാതെയും ഏത് മംഗളകർമ്മം കഴിഞ്ഞാലും, സ്വന്തം മകളുടെ വിവാഹമോ ഗൃഹപ്രവേശമോ ചോറൂണോ നാമകരണമോ എന്തു കഴിഞ്ഞാലും ആ കർമ്മം അവസാനിപ്പിക്കുന്നത് ഈ ഒരു വേദമന്ത്രം ചൊല്ലിയാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന മന്ത്രം ഭാരതീയർക്ക് മറ്റൊരു രീതിയിൽ ചൊല്ലാമായിരുന്നു. ഭാരതീയാഹ സമസ്ത സുഖിനോ ഭവന്തു എന്ന്. അതിന് ഗ്രാമർ തെറ്റൊന്നുമില്ല. ഹൈന്ദവാഹ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ചൊല്ലാമായിരുന്നു. അത് നമ്മൾ ചൊല്ലിയില്ല. നമ്മൾ ചൊല്ലിയ മന്ത്രം സർവജനതയും, ഈ ലോകത്തിൽ ജീവിക്കുന്ന സർവജനതയും മംഗളകരമായ നന്മ നിറഞ്ഞ സന്തുഷ്ടമായ ഒരു ജീവിതം നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. നമ്മൾ we always prayed sahana vavatu, let us exist together, sahanau bhunaktu, let us share the result of our work together. കർമ്മഫലങ്ങൾ ഒരുമിച്ച് അനുഭവിക്കാം. സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ. Let us work together. തേജസ്വിനാവധീതമസ്തു. Let us enlighten ourselves together. മാ വിദ്വേഷാവഹൈ. ആരോടും വിദ്വേഷമില്ലാത്ത ഒരവസ്ഥ നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചവരാ ഭാരതീയര്. എന്നിട്ട് അവസാനം അതിന്റെ കൂട്ടത്തിൽ ചേർത്തു, ആനോ ഭദ്രാഹ ക്രതവോ യന്തു വിശ്വതഃ. നന്മ നിറഞ്ഞ ചിന്താധാരകൾ ലോകത്തിന്റെ എല്ലാ മൂലയിൽ നിന്നും എന്നിലേക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചവരാ ഭാരതീയര്. നമ്മളുടെ ഈശ്വരന്മാരെ അനുസരിക്കുന്നവര് മാത്രം സ്വർഗത്തിലേക്ക് പോകട്ടെ എന്ന് നമ്മൾ പറഞ്ഞില്ല. നമ്മളുടെ ചിന്താധാരകളിലൂടെ നടക്കുന്നവർക്ക് മാത്രമേ സ്വർഗം ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞില്ല. ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം. സർവദേവ നമസ്കാരം. ഏത് ഈശ്വരനെ ആരാധിച്ചാലും കേശവം പ്രതി ഗച്ഛതി, ദ അൾട്ടിമേറ്റ് ഓൾമൈറ്റി എന്ന് നമ്മൾ പറയുന്ന omnipotent, omnipresent, omniscient പവർ എന്നൊരു ശക്തിയുണ്ട്.
ഏകം സത് വിപ്രാഹ ബഹുധാ വദന്തി. ഏകം സത്, ഏകദൈവ വിശ്വാസികൾ തന്നെയായിരുന്നു ഭാരതീയര്. പക്ഷെ അവിടം വരെ എത്താൻ നിങ്ങൾക്ക് സാധിച്ചാൽ ആ ഏകമായ ചൈതന്യത്തിലേക്ക് തന്നെയാണ് എല്ലാ പൂജാവിധികളും, എല്ലാ ആരാധനാക്രമങ്ങളും, എല്ലാ വിശ്വാസ പ്രമാണങ്ങളും എത്തുന്നത് എന്ന് അംഗീകരിക്കാൻ സാധിച്ചവരാണ് ഭാരതീയര്. അതുകൊണ്ടാണ് ഭാരതീയ സന്ദേശം മരിക്കാത്തത്. അതുകൊണ്ടാണ് ഭാരതീയ സന്ദേശം ഇന്നും സചേതനമായി ചൈതന്യവത്തായി ലോകത്തിൽ നിലനിൽക്കുന്നത്. ആ ഭാരതീയ സന്ദേശത്തെ കുറിച്ച് പഠിക്കാൻ ലോകത്തിൽ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിൻസ്, സർ ഐസക് ന്യൂട്ടന്റെ കസേരയിലിരിക്കുന്ന അതിപ്രഗത്ഭനായ ലോകം കണ്ട ശാസ്ത്രജ്ഞൻ ഇന്നും ഭാരതീയ ചിന്താധാരകൾ, അതിലൂടെയാണ് അത്യുജ്വലമായ ഫിസിക്സ് കടന്നു പോകുന്നത് എന്ന് ഡിക്ലയർ ചെയ്യാൻ ഹോക്കിൻസിന് സാധിച്ചത് ഭാരതീയ ചിന്താധാരകൾ ശാസ്ത്രീയമായത് കൊണ്ടാണ്. ആ ചിന്താധാരകളുടെ അവകാശികളാണ് ഞാനും നിങ്ങളും. ഇന്നും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ചെന്നപ്പോൾ അവിടെ ബോഡലിയൻ ലൈബ്രറി അത് തുറന്നു കാണാൻ ഭാഗ്യം കിട്ടിയപ്പോൾ മനസ്സിലായത് 10-20,000 വരുന്ന ബ്ലാക്ക് ബോക്സുകള്, ചെറിയ ചെറിയ കറുത്ത പെട്ടികള്. അത് തുറന്നെന്നെ കാണിച്ചു ലൈബ്രറി ഓഫീസർ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു 1946 വരെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന താളിയോല ഗ്രന്ഥങ്ങളാണ് ഈ മുറികൾ നിറച്ചും കറുത്ത പെട്ടികളിൽ ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ താളിയോല ഗ്രന്ഥങ്ങൾ തുറന്ന് വായിക്കാനും പഠിക്കാനും ഗവേഷണം നടത്താനും ഞങ്ങൾ ഒരുമ്പെടുകയാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രസിദ്ധമായ 3 യൂണിവേഴ്സിറ്റികളിൽ നമ്പർ 1 ഹോക്കിൻസ് പ്രവർത്തിക്കുന്ന കേംബ്രിഡ്ജ്, ഈ ബോഡലിയൻ ലൈബ്രറി ഉള്ള ഓക്സ്ഫോർഡ് 442 ഋഗ്വേദ ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. എന്തുകൊണ്ട് ഈ പാശ്ചാത്യ സമൂഹം ശാസ്ത്രമണ്ഡലത്തില് അത്യുന്നത ശൃംഗത്തിൽ നിൽക്കുന്നവര് എന്തുകൊണ്ട് ഭാരതത്തിലേക്ക് നോക്കുന്നു? മാതാ അമൃതാനന്ദമയിയുടെ 50ാം ജന്മവാർഷികത്തിന് കേരളത്തില് എറണാകുളത്തില് കരൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തില് എന്തുകൊണ്ട് ലക്ഷക്കണക്കിന് വിദേശികൾ വന്നു? എന്തുകൊണ്ട് ലക്ഷക്കണക്കിന് സ്വദേശികൾ വന്നു? എല്ലാ മതത്തിലും പെട്ടവര് 50 വർഷം. ആ അമ്മ, നിങ്ങൾ പലരും അമ്മയുടെ ആരാധകരുണ്ടാകും, അമ്മയെ എതിർക്കുന്നവരുണ്ടാകും, അമ്മയെ പുച്ഛിക്കുന്നവരുണ്ടാകും. അതെല്ലാം നിങ്ങളുടെ സ്വാതന്ത്ര്യം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ബട്ട് റിമെമ്പർ why many millions of people are flocking together for listening to the words of that hugging അമ്മ. ഒന്ന് മാത്രം ചിന്തിക്കാം. അവര് 3ാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ, 4ാം ക്ലാസ് പഠിച്ചിട്ടില്ല. 3ാം ക്ലാസ് പഠിച്ച ഒരു ഫിഷർമാൻ ഫാമിലിയിൽ ജീവിച്ച ആ അമ്മയെ കാണാൻ ഇത്രയും അധികം കോടി ജനങ്ങൾ വരാൻ കാരണമെന്ത്? ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തുക. 8ാം ക്ലാസ് പൂർത്തിയാക്കാത്ത സത്യസായി ബാബയുടെ 74ാം ജന്മദിനത്തിന് 60 ലക്ഷം വിദേശികളും 40 ലക്ഷം സ്വദേശികളും 1 കോടി ജനത വന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിധത്തിൽ സായിബാബയെ വിമർശിക്കാം, നല്ല ആളെന്നോ കള്ളനെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിലുണ്ട്. 1 കോടി ജനതയെ ഒരു ജന്മദിനത്തിന് സ്വീകരിക്കാൻ സാധിച്ച, 8ാം ക്ലാസ് പഠിച്ച, ഒരു രാഷ്ട്രത്തിന്റെയും തലവനല്ലാത്ത, ഒരു UNOയുടെയും സെക്രട്ടറി അല്ലാത്ത, വെറും ചുമന്ന ഒരു കളർ ഡ്രസ് ഇട്ട മനുഷ്യരൂപത്തിലുള്ള ഒരു വ്യക്തിയുടെ മുമ്പില് ഇത്രയും ത്യാഗം സഹിച്ച് ലോക ജനത വന്ന് നിൽക്കാൻ കാരണമെന്ത്? അതിന്റെ ഉത്തരവ് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. തീർന്നില്ല. ശ്രീ രവിശങ്കറിന് കറാച്ചിയില് 3 ആഴ്ച മുമ്പ് ഇറങ്ങിയപ്പോൾ മുഷാറഫാണ് സ്വീകരിച്ചത്. അദ്ദേഹം ഒരു വരി പറയുകയുണ്ടായി. ഈ പാകിസ്ഥാനിലെ സർവ്വ ജില്ലകളിലും, സ്റ്റേറ്റുകളിലല്ല, സർവ്വ ജില്ലകളിലും
സുദർശനക്രിയയും ആർട്ട് ഓഫ് ലിവിങ്ങും പഠിപ്പിക്കുന്ന സെന്റർ സ്ഥാപിക്കാൻ പാകിസ്ഥാൻ ഗവൺമെന്റ് തീരുമാനിച്ചു എന്ന്. വൈ ഇറ്റ് വാസ് പോസിബിൾ? എന്തുകൊണ്ട് സാധിച്ചു? 8 മണിക്കൂർ യൂറോപ്യൻ പാർലമെന്റിലെ അംഗങ്ങൾക്ക് പച്ചവെള്ളം കുടിക്കാൻ കൊടുക്കാതെ ഈ പാർലമെന്റ് അംഗങ്ങളെ ഒരു മുറിക്കകത്തിട്ട് സുദർശനക്രിയ നടത്തി ശ്രീ രവിശങ്കർ. 8 hours. Think about it. യൂറോപ്യൻ പാർലമെന്റ് അടുത്തൊന്നും കൂടിയിട്ടില്ല. 3.5 വർഷം മുമ്പാണ് മൊത്തം യൂറോപ്യൻ രാജ്യങ്ങളിലെ പാർലമെന്റ് അംഗങ്ങൾ ഒരു സ്ഥലത്ത് കൂടുന്നത്. 8 മണിക്കൂർ ഒന്നും കൊടുക്കാതെ അവരെ സുദർശനക്രിയ നടത്തി. വാതിൽ തുറന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി പത്രക്കാർ വന്ന് യൂറോപ്യൻ പാർലമെന്റ് അംഗങ്ങളോട് ചോദിച്ചു, ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് ദർ ഇൻസൈഡ് ദ റൂം? അവർ പറഞ്ഞത്, സംതിങ് അൺബിലീവബിൾ. വി കനോട്ട് എക്സ്പ്ലെയിൻ ദാറ്റ്. ഇറ്റ് ക്യാൻ ബി ഓൺലി എക്സ്പീരിയൻസ്, അൺയൂഷ്വൽ. ആ ഒരു ആചാര്യൻ, ഭാരതത്തിൽ ജന്മമെടുത്ത ആചാര്യന്റെ ഒരു സുദർശനക്രിയ അനുഭവിച്ച യൂറോപ്യൻ പാർലമെന്റ് അംഗങ്ങള് ഈ വാക്ക്, ഈ വരികൾ പറഞ്ഞതിന് കൃത്യം 14 ദിവസം കഴിഞ്ഞിട്ടാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിക്ലെയർ ചെയ്തത് 150-ൽ പരം സൈക്കോസൊമാറ്റിക് രോഗങ്ങൾക്ക്, ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം, 150-ൽ പരം മാനസിക സംഘർഷത്താൽ ഉണ്ടാകുന്ന ശാരീരിക രോഗങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണ് ഈ സുദർശനക്രിയ എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിക്ലെയർ ചെയ്യാൻ കാരണമെന്ത്? ഉത്തരം നിങ്ങൾ സ്വയം കണ്ടെത്തുമെന്ന് എനിക്കറിയാം. ഒരു കാര്യം ഉറപ്പാണ്, മറ്റു പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും ദൈവദൂതന്മാരെ അയച്ചിട്ടുള്ളൂ. പരമപവിത്രമായ ഭാരതത്തിലേക്ക് ദൈവം 10 പ്രാവശ്യം ഇറങ്ങി വന്ന സ്ഥലമാണ്. 10 പ്രാവശ്യം ഇറങ്ങി വന്നു. He himself came down there. ആ രാഷ്ട്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അതിന് ഒരു ഡെഫിനിഷനുമുണ്ട്. ഹിമാലയം സമാരഭ്യ യാവത് ഹിന്ദുസരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ. അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക്. ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച് ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള ദേവനിർമ്മിതമായ ദേശത്തെ ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നു. ആ ദേവനിർമ്മിതമായ രാഷ്ട്രത്തിൽ ജന്മം കൊള്ളാൻ ഭാഗ്യം കിട്ടിയ നമ്മള് എവിടെ നിൽക്കുന്നു? അവിടെ ദാരിദ്ര്യം ഉണ്ടാകാം, അല്പസ്വല്പം സ്ലം ഏരിയ ഉണ്ടാകാം, പൊളിറ്റീഷ്യൻസിന്റെ മിസ്അപ്രോപ്രിയേഷൻ ഉണ്ടാകാം. ബട്ട് സ്റ്റിൽ 3 പ്രധാനമന്ത്രിമാര് മരിച്ച, വെടിയേറ്റ് വീണ ഒരു രാജ്യമാണത്. ലാൽ ബഹദൂർ ശാസ്ത്രി താഷ്കണ്ടിൽ വെച്ച് മരിച്ചു, ഇന്ദിരാഗാന്ധി ഡൽഹിയിൽ വെച്ച് മരിച്ചു, രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടു തമിഴ്നാട്ടിൽ വെച്ചിട്ട്. ആ രാജ്യം വിണ്ടുകീറിയില്ല, ആ രാജ്യം നശിച്ചില്ല. വളരെ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് ഏത് ഷോക്കും അബ്സോർബ് ചെയ്യാൻ സാധിച്ച ഒരു രാഷ്ട്രത്തിന്റെ പുറകിലുള്ള സംസ്കാര ചൈതന്യം എന്ത് എന്നൊന്ന് ചിന്തിക്കാം. സകലതിനെയും സ്വീകരിച്ചൊരു രാഷ്ട്രം. ആ രാഷ്ട്രത്തെ കുറിച്ച് പഠിക്കണം, പഠിക്കാൻ സാധിക്കണം. ലോകത്തിന്റെ എവിടെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിലും ഭാരതീയനാണെന്ന അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കണം. കഴിഞ്ഞ 48 ദിവസങ്ങളിൽ ഇവിടേക്ക് വരുന്നതിന് ഒരാഴ്ച മുമ്പ് ഒരു 45 ദിവസം കാനഡയിലും USA-യിലേക്കും UK-യിലേക്കും പോകാൻ ഒരു ഭാഗ്യം കിട്ടി. ഒരു ചരിത്ര വിവരണം, യാത്രാ വിവരണം നൽകാനല്ല, അത്ഭുതകരമായി കാണാൻ സാധിച്ചത്. പണ്ട് മിഷിഗൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോഴും യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിൽ പഠിക്കുമ്പോഴും ഭാരതം എന്ന രാഷ്ട്രത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നോർത്ത് അമേരിക്കക്കാർക്ക് പുച്ഛമാണ്. ഇന്ത്യ, വാട്ട് ഈസ് ഇന്ത്യ എന്നായിരുന്നു അവർ പറയാറുള്ളത്. ആ ഭാരതത്തോട് അവർക്ക് യാതൊരു റെസ്പെക്റ്റും ഉണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ 2 മാസമായിട്ട് അവിടെ ചെലവഴിച്ചപ്പോൾ കാണാൻ സാധിച്ചത്, കോളേജിലെ സ്റ്റുഡൻസ് ഒരു കർണാട്ടിക് മ്യൂസിക്കിന്റെ തമാശില് ഒരു ഷോ നടത്തിയാൽ അത് കേൾക്കാൻ 1500 കന്നഡക്കാരും അമേരിക്കക്കാരും വരും. തമാശില് യേശുദാസ് ഒന്നുമല്ല, ബാലമുരളീകൃഷ്ണനൊന്നുമല്ല, SP ബാലസുബ്രഹ്മണ്യം ഒന്നുമല്ല, വെറും കോളേജ് പിള്ളേര്, ഇന്ത്യയിൽ ജനിച്ചവര്, വലിയ മലയാളമോ കന്നഡയോ തമിഴോ അറിയാതെ ഇംഗ്ലീഷ് ആക്സന്റില് ഈ സപ്തസ്വരങ്ങൾ വെച്ചൊരു കർണാട്ടിക് മ്യൂസിക്കിന്റെ ഷോ നടത്തിയാൽ 1000-1500 പേര് കേൾക്കാൻ വരിക. വെറും ഹാർമോണിയവും ഇന്ത്യൻ വയലിനും ഇന്ത്യൻ സിത്താറും ഉപയോഗിച്ച് ചിലര് റോഡ് സൈഡില് സ്ട്രീറ്റ് ലൈറ്റിന്റെ ചുവട്ടില് തമാശിന് അവരൊരു ഷോ നടത്തിയാൽ
ആ ഏരിയയിൽ ട്രാഫിക് ബ്ലോക്ക് ഉറപ്പാ. എന്തുകൊണ്ടാ? ക്രൂഡ് മ്യൂസിക്. അമേരിക്കക്കാരുടെ കയ്യിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഇല്ലാത്തത് കൊണ്ടാ. ഈ ചെറിയ ഇന്ത്യൻ മ്യൂസിക്കും അത് കേൾക്കാൻ വേണ്ടി തടിച്ചു കൂടുന്നവരുടെ ഒരു വരി കേൾക്കാൻ സാധിച്ചത് അതേപോലെ ആവർത്തിക്കുകയാണ്. തിരുവല്ലയിലെ ഒരു എബ്രഹാം ഉണ്ട്, അദ്ദേഹത്തിന്റെ ബ്രദർ ജോസഫും ടൊറന്റോയിലെ ഒരു കടയിട്ടിട്ടുണ്ട്. ആ കടയ്ക്ക് ഒരു പേരുണ്ട്, DOSAKADA. അത് തന്നെ അവിടെ ഇട്ടിരിക്കുന്നത്, ദോശ കട. അതിന്റെ പേര് തന്നെയാണ്, ഇംഗ്ലീഷ് പേരൊന്നും അല്ല. ഇന്നും 1800-2000 ദോശ പെർ ഡേ അവിടെ ചെലവഴിക്കുന്നു. സ്നോ വീഴുമ്പോഴും ആ ദോശയും, കുറഞ്ഞത് ഒരു 12,000 ഇഡ്ഡലി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, 6000 ഉഴുന്നുവട. എന്നിട്ട് അദ്ദേഹത്തിന്റെ കണക്കനുസരിച്ചിട്ട് ഇതൊന്നും സാരമില്ല സാറേ, ഇതൊക്കെ ഉണ്ടാക്കാൻ എളുപ്പ, 97 ലിറ്റർ സാമ്പാർ ഉണ്ടാക്കാനാ വിഷമം. 97 ലിറ്റർ സാമ്പാർ. ഇന്ത്യയിലല്ല, കേരളത്തിലല്ല, ഭാരതീയ ഭക്ഷണത്തോട് പാശ്ചാത്യർക്കുണ്ടാകുന്ന ആ അട്രാക്ഷൻ, ഭാരതീയമായ എന്തിനോടും അവർക്ക് തോന്നുന്ന ബഹുമാന്യത. ന്യൂ കാസിൽ യൂണിവേഴ്സിറ്റിയിൽ 3 ദിവസത്തെ ലെക്ചർ ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോകെമിസ്ട്രി. ബയോകെമിസ്ട്രിയുടെ പുറത്ത് ഒരു പെയിന്റ് അടിച്ചിട്ടുണ്ട്, അതിനെ അവർ ആയുർവേദ ആക്കി മാറ്റി. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആയുർവേദ ന്യൂ കാസിൽ യൂണിവേഴ്സിറ്റിയില്. ഹ്യൂസ്റ്റണില് നാസയിൽ പ്രവർത്തിക്കുന്ന മാത്തമാറ്റീഷ്യൻസിൽ 20% മാത്തമാറ്റീഷ്യൻസിന് വേദിക് മാത്തമാറ്റിക്സ് തറോ ആണ്. ഭഗവത്ഗീത 168 അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലെ സിലബസിന്റെ ഭാഗമാണ്. ഇന്ത്യയിലല്ലാട്ടോ, അമേരിക്കയില് 168 യൂണിവേഴ്സിറ്റികളിൽ ഭഗവത്ഗീത സിലബസിന്റെ ഭാഗം. ഇന്ത്യൻ അപ്രോച്ച് ടു മാനേജ്മെന്റ് എന്ന ഡോക്ടർ ദീപക് ചോപ്ര എഴുതിയ പുസ്തകം ഇന്ന് അവൈലബിൾ അല്ല ഒരു സ്ഥലത്തും. അത്രയും അധികം ഡിമാൻഡ്. ഒന്ന് ആലോചിച്ച് നോക്കാം, ഇന്ത്യൻ അപ്രോച്ച് ടു മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു പുസ്തകം, ഭഗവത്ഗീതയുടെയും വിതുര നീതിസാരത്തിന്റെയും ചാണക്യന്റെ നീതിസാരത്തിന്റെയും അടിസ്ഥാനത്തിൽ എഴുതിയ പുസ്തകം. 50-51 നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതിയ പുസ്തകം. 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന വികസിത രാഷ്ട്രത്തിലെ ജനത എന്തുകൊണ്ട് 2 കൈയും നീട്ടി സ്വീകരിക്കുന്നു? വീണ്ടും ഞാൻ പറയാം, 4ാമത്തെ ചോദ്യമാണിത്. അതിനും നിങ്ങൾ ഉത്തരം സ്വയം ചിന്തിക്കുക. എന്തുകൊണ്ട് ഇവരിത് സ്വീകരിക്കുന്നു? അമേരിക്കക്കാർ ഒരൊറ്റ വർഷം കൊണ്ട് ഇന്ത്യൻ നോളജിന്റെ അടിസ്ഥാനത്തിൽ 4000 പേറ്റന്റ് എടുത്തു. ഞാൻ ഇതെല്ലാ പ്രഭാഷണത്തിലും ആവർത്തിക്കാറുണ്ട്, നിങ്ങൾ പലരും ഇത് കേട്ട് കാണും. എന്തുകൊണ്ടാണ് ഇത് ആവർത്തിക്കുന്നത്? ആവർത്തിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം. 4000 പേറ്റന്റ് പലരും ധരിക്കാറുണ്ട്. നെഹ്റു പറഞ്ഞതുപോലെ, നെഹ്റു പറഞ്ഞത് എന്താണ്? ഐ നോ ദാറ്റ് ഇൻ ഇന്ത്യ we do not have any science and technology. I think we have got little bit philosophy and small religion, nothing more than that. So I request to my people of India that we should bring science and technology from abroad. നമുക്ക് ശാസ്ത്രവും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയും വിദേശത്ത് നിന്ന് കൊണ്ടുവരണം എന്ന് 1ാം സ്വാതന്ത്ര്യ വാർഷികം കഴിഞ്ഞ് അദ്ദേഹം പ്രസ് കോൺഫറൻസിൽ പറഞ്ഞപ്പോൾ വേദന തോന്നി ആ വരികൾ കേട്ടപ്പോൾ. ഇവിടെ ആ രാഷ്ട്രത്തില് സയൻസും സാങ്കേതിക വിദ്യയും ഇല്ലായിരുന്നു എങ്കിൽ 2003 മാത്രം അമേരിക്കക്കാർ എന്തുകൊണ്ട് 4000 പേറ്റന്റ് എടുത്തു? എന്തുകൊണ്ട് ഇംഗ്ലണ്ടുകാർ 4000 പേറ്റന്റ് എടുത്തു? 2800 പേറ്റന്റ് ജർമ്മൻകാരെടുത്തു. ഏതിന്റെ അടിസ്ഥാനത്തില് ഈ പേറ്റന്റുകൾ അവര് ഭാരതീയ അറിവിൽ നിന്ന് എടുത്തു? എന്തുകൊണ്ട് 21ാം നൂറ്റാണ്ടില് ശാസ്ത്രം ഇത്രയും പുരോഗമിച്ച കാലഘട്ടത്തില് സർവവിധത്തിലുള്ള 742 തരത്തിലുള്ള കെമിക്കൽ മെഡിസിൻസ് ആയിട്ടുള്ളപ്പോൾ എന്തുകൊണ്ട് ആയുർവേദത്തെ സ്വീകരിക്കുന്നു? 64% അമേരിക്കക്കാര് മറ്റ് രാവിലെ ഓടുന്ന എക്സർസൈസ് മതിയാക്കി സൂര്യ നമസ്കാരം സ്വീകരിക്കാൻ കാരണം എന്ത്? 4000 സ്കൂളുകളില് ന്യൂയോർക്കില് രാവിലെ 8:30-ക്കും 8:45-നും ഇടയ്ക്ക് എന്തുകൊണ്ട് ഭഗവത്ഗീത ചൊല്ലണം ഇംഗ്ലീഷുകാരുടെ മക്കള് എന്ന് പറയുന്നു? ഇതിനെല്ലാത്തിനും ഞാൻ ഉത്തരം പറയാം. നേരത്തെ 4 ചോദ്യത്തിന് അടക്കം ഉത്തരം ഇപ്പൊ പറയാം. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു വരിയുണ്ട്, 20ാം നൂറ്റാണ്ട് നിങ്ങൾ അമേരിക്കക്കാരുടേതാണ്, 21ാം നൂറ്റാണ്ട് ഞങ്ങൾ ഭാരതീയരുടേതാണ്. ആ ഭാരതീയരുടേതാണ് എന്ന് പറഞ്ഞ വരിയുണ്ടല്ലോ,
അരവിന്ദ മഹർഷി 1947 ആഗസ്റ്റ് 15 രാവിലെ 8 മണിക്ക് തിരുനെൽവേലി റേഡിയോ സ്റ്റേഷനിൽ നിന്ന് 1 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണം നടത്തേണ്ടായി. ഈ നൂറ്റാണ്ട്, അതായത് 20-ാം നൂറ്റാണ്ട്, 1947 20-ാം നൂറ്റാണ്ടില് ശിഷ്ടകാലങ്ങളില് ശക്തിയും ആവേശവും വലിച്ചെടുത്ത് അടുത്ത നൂറ്റാണ്ടിൽ ലോകത്തിന് വിളവെക്ക് വെക്കുന്ന ഒരു രാഷ്ട്രമായി തീരും ഭാരതം. അതുകൊണ്ടാണ് എൻ്റെ ജന്മദിനം ആഗസ്റ്റ് 15 വന്നത്. അരവിന്ദ മഹർഷിയുടെ ജന്മദിനം ആഗസ്റ്റ് 15. അത് വരാൻ കാരണം ഈ ആത്മീയ ചൈതന്യവും ശാസ്ത്രത്തിന്റെ പ്രഭയും ഒരുമിച്ച് ചേർത്ത് ഭാരതം എന്ന രാഷ്ട്രം ലോക ജനതയ്ക്ക് വിളക്ക് വെക്കുന്ന ഒരു കാലം വരുമെന്ന അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം പറഞ്ഞവരില് ഒരാള് മാക്സ് മുള്ളർ ആയിരുന്നു. അദ്ദേഹവും പറഞ്ഞു, ലോകം ഭാരതത്തിന്റെ മുമ്പില് 2 കൈയും നീട്ടി അറിവുകൾക്ക് വേണ്ടി യാചിക്കുന്ന ഒരു ദിവസം ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. ആരായിരുന്നു മാക്സ് മുള്ളർ? മാക്സ് മുള്ളർ ഭാരതത്തിൽ ജനിച്ച ആളല്ല. മെക്കോളേയുടെ റിക്വസ്റ്റ് പ്രകാരം ഭാരതീയരെ ക്രൈസ്തവ മതത്തിലേക്ക് മതം മാറ്റാൻ വന്ന ചർച്ചിലെ ബിഷപ്പായിരുന്നു മാക്സ് മുള്ളർ. പ്രീസ്റ്റ് ആയിരുന്നു. അവിടെ വന്ന് വേദത്തിന്റെ ആദ്യ ഭാഗം മിസ്ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള നിർദ്ദേശപ്രകാരം അപ്രകാരം ചെയ്തു. അവര് ഞാൻ ആവർത്തിക്കുന്നു, മെക്കോളേയുടെ നിർദ്ദേശപ്രകാരം ഭാരതീയ മനസ്സുകളില് വേദത്തോട് പുച്ഛമുണ്ടാക്കാൻ, വേദത്തെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യാൻ അവിടെ വന്ന് ഒരു പുസ്തകം വേദത്തെ കുറിച്ച് മിസ്ഇന്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സഹിക്കാൻ വയ്യാത്ത വേദനയോടുകൂടി മാക്സ് മുള്ളർ പറഞ്ഞു, ഐ വിൽ നോട്ട് കണ്ടിന്യൂ ദിസ്, ഐ വിൽ നോട്ട് ഡു ഇറ്റ്, ഐ വിൽ ചേഞ്ച് ഇറ്റ്. 11 വർഷം സംസ്കൃതം പഠിച്ച് ബാക്കി ഗ്രന്ഥങ്ങളെ ട്രാൻസ്ലേറ്റ് ചെയ്ത് 47 പുസ്തകങ്ങൾ ദ ബുക്സ് ഓഫ് ദി ഓറിയന്റൽസ് എഴുതിയ മാക്സ് മുള്ളർ പറഞ്ഞ വരിയാണ്, ലോക ജനതയ്ക്ക് ഏത് തരത്തിലുള്ള അറിവാണോ ആവശ്യമുള്ളത് ആ തരത്തിലുള്ള അറിവിന്റെ സ്രോതസ്സുമായി നിങ്ങൾ ചെല്ലണമെങ്കിൽ ഭൂമുഖത്ത് ഒരു രാഷ്ട്രമേ ഉള്ളൂ, അത് ഭാരതമാണ്. ആ ഭാരതത്തിന്റെ മുമ്പിൽ ലോക ജനത വരുന്ന ഒരു കാലമാണ് ഇത്. ഇത്രയും അധികം എക്സാമ്പിള് ഇപ്പോൾ പറയാൻ എന്താ കാരണം എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അറിയാതെ പറഞ്ഞതല്ല, അറിഞ്ഞു പറഞ്ഞതാ. ഇത്രയും പവിത്രമായ രാഷ്ട്രത്തിലേക്ക് പണ്ടുള്ളവരും ഇപ്പോൾ ജീവിക്കുന്ന അത്യന്താധുനിക ശാസ്ത്രജ്ഞന്മാരും നോക്കിയിട്ടും ഭാരതീയരിൽ ഒരു വിഭാഗം ഭാരതത്തെ പുച്ഛത്തോടു കൂടിയാണ് നോക്കുന്നത്. ഭാരതീയരിൽ ഒരു വിഭാഗം ഭാരതത്തെ കളിയാക്കുന്നതിൽ സന്തോഷിക്കാറുണ്ട്. മറ്റൊരു വിഭാഗം ഇന്ത്യയെ തറയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ട് ചിരിക്കാറുണ്ട്. ഒന്ന് ചിന്തിക്കാം, നിങ്ങളുടെ മാതൃഭൂമി, നമ്മളുടെ മാതൃഭൂമിയെ കുറിച്ച് ഞാൻ തന്നെ കളിയാക്കി ചിരിച്ചാൽ ഏതിനോട് തുല്യമാണത്? എൻ്റെ അമ്മയ്ക്ക് രോഗം വന്നു, അയൽവക്കത്തുകാരൻ എൻ്റെ അമ്മയുടെ രോഗം കണ്ട് ഉറക്കെ കൈകൊട്ടി ചിരിച്ചു എന്ന് വിചാരിക്കുക. എൻ്റെ അമ്മയുടെ രോഗത്തിന്റെ അവസ്ഥ കണ്ട് കേട്ട് അയാള് ഉറക്കെ കൈകൊട്ടി ചിരിക്കുന്നു. കൂട്ടത്തില് എൻ്റെ അനിയനും അയാളുടെ കൂട്ടത്തിൽ നിന്ന് ചിരിക്കുക. ആർക്കാ രോഗം? എൻ്റെ അമ്മയ്ക്ക്. ആ അമ്മയുടെ രോഗം മറ്റുള്ളവർക്ക് ചിരിക്കാനുള്ള ഒരു വസ്തുതയായി മാറിയാൽ കൂട്ടത്തിൽ ഞാനും ചിരിച്ചാൽ എങ്ങനെയിരിക്കും? അതേപോലെയാണെന്ന് തോന്നുന്നു. എന്ത് കുഴപ്പം എവിടെ ഉണ്ടെങ്കിലും എല്ലാവരും കാനഡ പോയപ്പോ കേട്ടത്, കാനഡയിലെ ടൊറന്റോയിൽ എന്ത് ഡിസിപ്ലിൻ ആണെന്ന് അറിയാമോ? കുഴപ്പമില്ല, അവിടെ വെച്ച് നിർത്താം. ടൊറന്റോയില് എന്ത് ഡിസിപ്ലിൻ ആണ്, നമ്മുടെ ഇന്ത്യ പോലെയൊന്നും അല്ല. Why are you adding the last line? If you are not interested to come over to India, don't come over there. ഞങ്ങൾ 103 കോടി ജനത ഭാരതത്തില് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. ആ 103 കോടി ജനതയുടെ ജീവിതത്തെ പരിഹസിച്ചുകൊണ്ട് ടൊറന്റോയെ ഉന്നതമായ ഒരു രാജ്യത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല.
പക്ഷേ കമ്പയർ ചെയ്ത് സ്വന്തം മാതൃഭൂമിയെ തരം താഴ്ത്തേണ്ട ആവശ്യമില്ല. തരം താഴ്ത്തി കൂട്ടത്തിലിരിക്കുന്നവന്റെ കയ്യടി വാങ്ങേണ്ട ആവശ്യമില്ല. അതിനർത്ഥം അപഹാസ്യത സ്വയം മലന്ന് കിടന്ന് മുകളിലേക്ക് നോക്കി തുപ്പാണ്. തിരിച്ചു ഞാൻ ഒന്നുകൂടി വിഷയത്തിലേക്ക് വരാം. ഈ പരമപവിത്രമായ രാഷ്ട്രത്തിന്റെ അറിവ് ലോക ജനത സ്വീകരിക്കുമ്പോഴും നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല. 1947 ആഗസ്റ്റ് 15-ാം തീയതി വരെ വിദേശികള് നശിപ്പിച്ച നമ്മളുടെ സംസ്കാരം അതിനുശേഷം നമ്മൾ തന്നെ നശിപ്പിച്ചു. സ്വാതന്ത്ര്യം കിട്ടി 56-57 വർഷം കഴിഞ്ഞിട്ടും ഭാരതം എന്താണ് എന്ന് അറിയാത്ത ലോകത്തിലെ ഒരു ജനതയുണ്ടെങ്കിൽ അത് ഭാരതീയര് മാത്രമാണ്. ഭാരതം എന്താണെന്ന് അറിയാത്ത ലോക ജനതയുണ്ടെങ്കിൽ അത് ഭാരതീയര് മാത്രമാണ്. സ്വന്തം രാഷ്ട്രത്തിന്റെ പൈതൃകത്തെ പുച്ഛിക്കുന്ന ലോക ജനതയുണ്ടെങ്കിൽ അതും ഭാരതീയരാണ്. അതിന്റെ കൂട്ടത്തിൽ നിന്ന് ചിരിക്കുന്നവരുണ്ടെങ്കിൽ അതും ഭാരതീയരാണ്. പൈതൃകം പഠിപ്പിക്കുന്നത് തെറ്റാണെന്ന പോളിസി മാറ്ററോടുകൂടി മുമ്പോട്ട് പോകുന്നവരുണ്ടെങ്കിൽ നിർഭാഗ്യവശാൽ അതും ഭാരതീയരാണ് എന്ന് പറഞ്ഞ് കരയാൻ നിങ്ങളോട് ആരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യണില്ല. കരയരുത്, സന്തോഷത്തോടു കൂടി എഴുന്നേൽക്കുക. ഇതിന് തിരിക്കാൻ സാധിക്കും. നമുക്ക് ഈ രാഷ്ട്രത്തെ സ്റ്റിയറിംഗ് എടുത്ത് പുറകോട്ട് കൊണ്ടുവരാൻ സാധിക്കും. ഭാരതം ഒരിക്കലും മരിച്ചിട്ടില്ലെങ്കിൽ ഇന്നും ഭാരതം മരിക്കില്ല, ഇനിയും ഭാരതം മരിക്കില്ല. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. അതിന്റെ അർത്ഥം പറയാതെ നിങ്ങൾക്കറിയാം. എപ്പോഴെല്ലാമാണോ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത്, എപ്പോഴെല്ലാമാണോ അധർമ്മം വളരുന്നത്, അപ്പോഴെല്ലാം പരിത്രാണായ സാധൂനാം അർത്ഥം നിങ്ങൾക്കറിയാം. വിനാശായ ച ദുഷ്കൃതം അർത്ഥം നിങ്ങൾക്കറിയാം. ധർമ്മ സംസ്ഥാപനാർത്ഥായ അർത്ഥം നിങ്ങൾക്ക് അറിയാമെങ്കിലും ഞാൻ വിവരിക്കുകയാണ്. ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ സംഭവാമി യുഗേ യുഗേ, കാലാകാലങ്ങളിൽ ആവശ്യമുള്ളത് ആ രാഷ്ട്രത്തിൽ നടന്നിട്ടുണ്ട്, അത് നടന്നിരിക്കും. അതുകൊണ്ടാ ഭാരതം എന്നും ജീവിക്കുന്നത്. എന്നും ജീവിച്ച രാഷ്ട്രം. ഇന്ന് ഈ രാഷ്ട്രത്തില് ദുബായിൽ ഇറങ്ങിയിരിക്കുന്ന പത്രത്തില് പോർച്ചുഗീസില് എങ്ങനെയാണ് പ്രഭാതം പൊട്ടിവിടരുന്നത് എന്നൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇവിടത്തെ പത്രത്തിൽ ഇന്ന്, പണ്ടത്തെ കാര്യമല്ല, ടുഡേയ്സ് ന്യൂസ് പേപ്പർ ഫ്രണ്ട് പേജ് ടോപ്പ് ലെഫ്റ്റ് ഐ എന്നാണ് ജേർണലിസം ഭാഷയിൽ അത് പറയാ. ലെഫ്റ്റ് ഐയിൽ കൊടുത്തിരിക്കുന്നത് പോർച്ചുഗീസില് യോഗചര്യ ചെയ്ത് ഉദയസൂര്യനെ കണ്ടുകൊണ്ട് തൊഴുന്ന ഒരു പോർച്ചുഗീസ് വനിത, അവരുടെ വലിയ ചിത്രം കൊടുത്തിട്ടാണ് ഈ പത്രം വന്നത്. അതുകൊണ്ട് ഭാരതത്തിന് ധർമ്മ സംസ്ഥാപനാർത്ഥായ ആ രാഷ്ട്രത്തിന്റെ ധർമ്മം പുനഃസ്ഥാപിക്കാൻ ആ രാഷ്ട്രത്തിനകത്തും പുറത്തും ചൈതന്യങ്ങൾ ഉയരാതിരിക്കില്ല. നമ്മളെ പോലെ, അമൃതാനന്ദമയെ പോലെ, സായിബാബയെ പോലെ, രവിശങ്കറിനെ പോലെ, സ്വാമിനാരായണനെ പോലെ, ശങ്കരാചാര്യരെ പോലെ, ഇനി ആരുടെയൊക്കെ പേരാണോ നിങ്ങൾക്ക് ചേർക്കാനുള്ളത് അവരുടെ എല്ലാ പേര് നിങ്ങൾ ചേർക്കുക. എന്നിട്ട് അവസാനം നിങ്ങളുടെ പേര് കൂടി ചേർക്കണം. ആ പേര് കൂടി ചേർത്ത് തൊഴുതുകൊണ്ട് പറയാം, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അന്ത്യശ്വാസം വരെ ഏത് ജാതിക്കാരനാണെങ്കിലും, ഏത് മതക്കാരനാണെങ്കിലും, ഏത് ഇശക്കാരനാണെങ്കിലും, അവസാനത്തെ വരി ഞാനൊന്ന് അണ്ടർലൈൻ ചെയ്യാണ്, ഏത് ഇശക്കാരൻ, ഇടതുപക്ഷമോ വലതുപക്ഷമോ മധ്യപക്ഷമോ ഇനി മുകളിൽ വല്ലതും ഉണ്ടെങ്കിൽ ഉപരിപക്ഷം, ഒരു കുഴപ്പമില്ല, ഏത് പക്ഷക്കാരനാണെങ്കിലും ഭാരതത്തിന് വേണ്ടി അല്പം സമയം ചെലവഴിക്കുക, പഠിക്കുക. അതില് നിങ്ങൾ ഓർക്കാനുള്ളത് ഒരു സമഗ്രമായ ജീവിതം അത് നയിക്കാൻ സാധിക്കണം. അത് ഭാരതത്തിന്റെ സന്ദേശമാണ്. എന്നെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഒന്നില്ലെങ്കിൽ ചത്തുപോകും, അല്ലെങ്കിൽ മരിച്ചു പോകും. അത് ഉറപ്പാ. രണ്ടിൽ ഏതെങ്കിലും ഒരു ആൾട്ടർനേറ്റീവ് നമുക്കുണ്ട്. ഒന്നില്ലെങ്കിൽ ചത്തുപോവുക, അല്ലെങ്കിൽ രണ്ടു തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു പ്രയോജനം ഇല്ലാതെ ജീവിക്കുന്ന മനുഷ്യര് ചത്തുപോകും. മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവര് മരിച്ചു പോകും. ജീവിതം മൊത്തം രാഷ്ട്രത്തിന് വേണ്ടി ചെലവഴിച്ചവര് നാട് നീങ്ങും.
എന്നും നല്ല കർമ്മം ചെയ്തവര് ദിവംഗതരാകും. ഓരോ വാക്കിനും അർത്ഥമുണ്ട്. ചിലര് ചത്തുപോകും, ചിലര് മരിച്ചു പോകും, ചിലര് നാട് നീങ്ങും, ചിലര് ദിവംഗതരാകും. അതിന് കാരണം എന്താ? ചെയ്തിരിക്കുന്ന പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത്. അതുകൊണ്ട് നമുക്ക് രണ്ട് ഓപ്ഷൻ, ഒന്നുകിൽ ചത്തുപോകണം അല്ലെങ്കിൽ മരിച്ചു പോകണം. ഏതാ വേണ്ടതെന്ന് തീരുമാനിക്കണം. അതിനു മുമ്പ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, ഞാൻ ആ വരി ഒന്നുകൂടി ആവർത്തിക്കാം, എത്ര കാലം ജീവിച്ചിരിക്കണമെന്ന് അറിഞ്ഞൂടാട്ടോ. എന്ന് വേണമെങ്കിൽ തീരാം. ചിലപ്പോ വണ്ടി എടുത്ത് പോകുമ്പോഴായിരിക്കും കൃഷ്ണ രാമ ഗോവിന്ദ, അറിഞ്ഞൂടാ. നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നു. പാന്റ് തുന്നാൻ കൊടുത്തിട്ടുണ്ട്, 3 പാന്റ്. അടുത്ത വർഷം നിനക്ക് ഞാൻ 7 സാരി തന്നേക്കാം എന്ന് ഭർത്താവ് ഭാര്യയോട് പ്രോമിസ് ചെയ്യാ. എന്താ സാറേ ഉറപ്പ്? അടുത്ത വർഷം 7 സാരി വാങ്ങിക്കാൻ കടയിലേക്ക് പോകുമെന്ന് എന്തായാലും ഒരു ഉറപ്പുമില്ല. പണ്ട് ഹൈദരാബാദിൽ ഞാൻ PhD ചെയ്യാൻ പോവാറുണ്ട്. PhD ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്യാൻ. റേണിഗുണ്ട എന്നൊരു സ്റ്റേഷനിൽ 6 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട്. ആ റേണിഗുണ്ടയിൽ ഇറങ്ങി ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ സീൻ കണ്ടു. ഹൈ ടെൻഷൻ വയറ് ഒരാൾ മുകളിൽ നിന്ന് റിപ്പയർ ചെയ്യാം, ഇലക്ട്രിക്കൽ വയർ റിപ്പയർ ചെയ്യാം. അയാൾ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കുത്തി ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ആരോ സ്വിച്ച് ഓൺ ചെയ്തു എന്ന് തോന്നുന്നു. അസാധാരണമായ ഒരു ഷോക്ക് അയാൾക്ക് ഏറ്റു. അയാൾ അടിച്ച് തെറിച്ചു പോകുന്ന സീൻ കണ്ണുകൊണ്ട് കണ്ടു. അയാൾ ചെന്ന് വീണത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ തലയില്. സ്ത്രീ മരിച്ചു, ഇയാൾക്കൊന്നും പറ്റിയില്ല. ഹൈ ടെൻഷൻ വയറിൽ ഷോക്ക് അടിച്ചവനൊന്നും പറ്റിയില്ല. വെറുതെ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ, പാവം. കൃഷ്ണരാമ ഗോവിന്ദ. അപ്പൊ നമുക്ക് അറിഞ്ഞൂടാ എന്താ തീരുന്നത്. നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നു ഇതെല്ലാമാണെന്ന്. കഴിഞ്ഞ പ്രാവശ്യം തമാശന് ഞാനൊരു എക്സാമ്പിൾ പറയേണ്ടായി. വിഷയത്തിൽ നിന്ന് മാറുകയല്ല. നമ്പൂതിരിമാരെ, പണ്ടത്തെ നമ്പൂതിരിമാരെ ഊണ് കഴിക്കുമ്പോഴത്തേക്കും ഇത്തിരി വെള്ളം എടുക്കും. ഓം ഭൂർഭുവസ്വഹ ഓം ഋതന്ധ്വാ സത്യേന പരിഷിഞ്ചയാമി ഭൂർഭുവസ്വരോ അന്തശ്ചരതി ഭൂതേഷു ഗുഹായാം സർവതോ മുഖ ത്വം യജ്ഞ ത്വം വശക്കാര ത്വം വിഷ്ണു വൃഷപ്പര പ്രാണായ സ്വഹ അപാനായ സ്വഹ വ്യാനായ സ്വഹ ഉദാനായ സ്വഹ സമാനായ സ്വഹ ആത്മനേ സ്വഹ. 6 പ്രാവശ്യം ഓരോ ചോറെടുത്ത് കഴിച്ച് പഴയ നമ്പൂതിരിമാര് കുറച്ച് ചോറ് കയ്യിലെടുക്കും. എന്നിട്ട് വലത് സൈഡിൽ വെക്കും. അതിനൊരു മന്ത്രമുണ്ട്, ഫാസ്റ്റായിട്ട് പറയാ. യമായ ധർമ്മരാജായ മൃത്യവേച അന്ധകായ ച വൈവസ്വതായ കാലായ സർവഭൂതക്ഷയായ ച അവിദുംബരായ ദദ്നായ നീലായ പരമേഷ്ടിനേ മൃഗോദരായ ചിത്രായ ചിത്രഗുപ്തായ തേ നമഃ. ഇതൊന്നും ഭാരതത്തിലെ മന്ത്രിമാരുടെ പേരല്ല, നിങ്ങൾക്കറിയാലോ. ഇതൊക്കെ ആരുടെ പേരാണ്? എല്ലാം കാലന്റെ പര്യായങ്ങളാണ്. എപ്പോഴാ കാലന്റെ പര്യായം പറയണത്? നടുക്ക് ചോറ്, ഇപ്പുറത്ത് എലിശ്ശേരി, പുളിശ്ശേരി, തലശ്ശേരി, തോരൻ എല്ലാം ഇട്ട്, സാമ്പാറും ഇട്ട്, പപ്പടവും ഇട്ട്, ഇതും കഴിഞ്ഞതിന് ശേഷമാണ് യമധർമ്മരാജാവിന്. അപ്പൊ ഒരു നമ്പൂതിരിയോട് ചോദിച്ചു, ഈ സമയത്ത് ഇത് എന്തിനാ? ഡോക്ടറെ, ഇത് തീരണ വരെയെങ്കിലും കൊണ്ടുപോകരുത്. ഉറപ്പില്ല, ഇത് തീരുന്നവരെ കൊണ്ടുപോകരുതെന്ന് പറയാനാ അങ്ങേർക്ക് 16 ചോറ് വെച്ചത്. ഇതാണ് വസ്തുത. ആർക്കും ഉറപ്പില്ല എപ്പോഴാ പോകുന്നതെന്ന്. ആ യാത്രയ്ക്ക് മുമ്പ്, ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന പ്രശ്നമില്ല. ആ യാത്രയ്ക്ക് മുമ്പ് നമുക്ക് ചെയ്തു തീർക്കാൻ 4 കാര്യമുണ്ട്. ഈ 4 കാര്യവും നിങ്ങൾക്ക് ചെയ്തു തീർക്കാം. അതൊന്ന്, നിങ്ങൾ നിങ്ങളെ തന്നെ മാറ്റുക. 2, നിങ്ങളുടെ കുടുംബ ബന്ധം. 3, ഈ സനാതന ധർമ്മം. 4, നിങ്ങളുടെ രാഷ്ട്രം. ജീവിക്കുമ്പോൾ ഈ 4 കാര്യങ്ങൾ. അല്പം മുമ്പ് ഒരു 10-60 സ്റ്റുഡൻസിന് ഇതേ വിഷയത്തിൽ ഞാൻ ക്ലാസ് എടുത്തതാണ്. അത് ചെറിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളത്. അതിനെ ഒന്ന് മാറ്റി, അറിഞ്ഞുകൊണ്ട് മാറ്റി പറയാണ് ഇപ്പോൾ. കാരണം അതിഗഹനമായി ഭാരതത്തെ പഠിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ വേണം. ആ ഇൻട്രൊഡക്ഷൻ ആണ് ഇത്. അതായത് 4 കാര്യങ്ങൾ ഓർക്കാനുള്ളത്. ആദ്യത്തേത്, യു യുവർസെൽഫ്. നിങ്ങൾ സ്വയം. ഈ ജന്മം നമുക്ക് കിട്ടി എല്ലാ സ്ഥലത്തും പ്രവർത്തിക്കാനുള്ള 2 കാല്, കയ്യ്, കണ്ണ്, മൂക്ക്, നാക്ക്, നല്ല മനസ്സ്, 22 അടി നീളമുള്ള ഇൻഡസ്റ്റൈൻ, നല്ല നാക്ക്, എല്ലില്ലാത്തത്, അത് ഉൾപ്പെടെയുള്ള എല്ലാം നമുക്ക് കിട്ടി. ഇതൊന്ന് നന്നായിട്ട് ഉപയോഗിച്ചൂടെ? എത്ര നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഈ കർമ്മമണ്ഡലത്തിൽ നിങ്ങൾ എവിടെയാണെങ്കിലും ഈ ശരീരം എത്രത്തോളം നല്ല കാര്യത്തിന് ഉപയോഗിക്കാൻ സാധിക്കുമോ
അത്രത്തോളം നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഈ ശരീരം കൊണ്ട് നിങ്ങൾക്ക് ആരെയെല്ലാം സന്തോഷിപ്പിക്കാൻ പോസിറ്റീവായിട്ട് സാധിക്കുമോ അത്രയും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക. നിങ്ങളുമായി ബന്ധപ്പെടുന്നവർക്ക് നിങ്ങളുമായി ബന്ധപ്പെട്ടത് വർത്താണ് എന്ന് തോന്നിക്കുന്ന വിധത്തില് നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ സാധിക്കും. ഈ രാഷ്ട്രത്തില്, ദുബായ് എന്ന രാഷ്ട്രത്തിൽ നിങ്ങൾ വന്നു. ഈ രാഷ്ട്രത്തിന്റെ വളർച്ചയ്ക്ക് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അത് മുഴുവനും ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് മറ്റൊരു ജന്മഭൂമിയുണ്ട്. ഈ ശരീരം ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം ആ രാഷ്ട്രത്തിൽ ചെയ്യാൻ സാധിക്കുമോ അതും നിങ്ങൾ ചെയ്യണം. നിങ്ങൾ പലതുമാണ്. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. നിങ്ങൾ എന്ന വ്യക്തി പലതുമാണ്. ഒരു പുരുഷനാണെങ്കിൽ ആ പുരുഷൻ എന്ന നിങ്ങള് നിങ്ങളുടെ ഭാര്യയുടെ ഭർത്താവാണ്, നിങ്ങളുടെ അച്ഛനമ്മമാരുടെ മകനാണ്, നിങ്ങളുടെ മക്കളുടെ അച്ഛനാണ്, നിങ്ങളുടെ അയൽവക്കക്കാരനാണ്. നിങ്ങളുടെ വണ്ടിക്കകത്ത് മറ്റുള്ളവരിയ്ക്കുന്നു, നിങ്ങളാ ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ വണ്ടിക്കകത്തിരിക്കുന്നവരുടെ ഡ്രൈവറാണ് നിങ്ങൾ. നിങ്ങളുടെ ഓഫീസില് പലരുടെയും സബോർഡിനേറ്റ് ആണ് നിങ്ങൾ, പലരുടെയും സൂപ്പർവൈസറാണ് നിങ്ങൾ. നിങ്ങൾ പലതുമാണ്. ഒരു കടക്കാരന്റെ കസ്റ്റമറാണ് നിങ്ങൾ. നിങ്ങളുടെ വീട്ടിനകത്തെ അയൽവക്കത്തുകാരൻ മലയാളികളുടെ കൂട്ടത്തിൽ ഒരു മലയാളിയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ അനവധി മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ കൂട്ടത്തിൽ ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്കാരനാണ് നിങ്ങൾ. അനവധി കാര്യങ്ങൾ അറിയാവുന്നവരുടെ കൂട്ടത്തില് കുറെ കാര്യങ്ങൾ അറിയാവുന്ന വ്യക്തിയാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾ എന്ന വ്യക്തിക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്ന അനവധി വ്യക്തിധർമ്മങ്ങളുണ്ട്. വ്യക്തിധർമ്മം, the dharma of individual ധർമ്മ എന്ന് നമ്മൾ പറയും. ആ ധർമ്മം ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ചെയ്യാം. അതിരാവിലെ 5:30 മണിക്ക് എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ ആ 5:30 മുതൽക്ക്, ചിലർ 6 മണി വരെ, 6 മണിക്ക് എഴുന്നേൽക്കുന്നത്, ആ 6 മണി മുതൽക്ക് രാത്രി 11 മണി വരെ കിടക്കാൻ പോകുന്ന സമയത്തിൽ എന്തെല്ലാമാണ് നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തത് എന്നൊന്ന് ചിന്തിക്കുക. നിങ്ങൾ ഈ ജീവിതം ജീവിക്കുന്നത് വർത്താണെന്ന് മനസ്സിലാകും. ഒരു ചെറിയ സംഭവം അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ആവർത്തിക്കാൻ കാരണം എക്സ്ചേഞ്ച് ചെയ്യാനാണ്. പാർത്താസിന്റെ ടെക്സ്റ്റൈലുണ്ട്, അതിൻ്റെ അകത്തേക്ക് ഒരിക്കൽ പോകാൻ ഭാഗ്യം കിട്ടി ഇടവ മാസത്തില്. അപ്പൊ കർക്കിടക മാസത്തില് പാർത്താസുകാര് ധാരാളം സാരിയും ഡ്രസ്സും ചിങ്ങമാസത്തിലെ ആവശ്യത്തിന് വേണ്ടി പ്രൊക്യൂർ ചെയ്യാറുണ്ട് വിൽക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ പാർത്താസിന്റെ ഓണറെ കാണാൻ തിരുവനന്തപുരത്ത് ഇരുന്നപ്പോൾ കാഞ്ചീപുരത്ത് നിന്ന് പട്ടുസാരിയുടെ റെപ്രസെന്റേറ്റീവ് പാർത്താസിന്റെ ഉടമസ്ഥനെ കാണാനായിട്ട് വന്നു. അദ്ദേഹം പല സാരികളും വിടർത്തി വെച്ചു. പാർത്താസിന്റെ ഉടമസ്ഥൻ അതെല്ലാം കണ്ടു. നല്ല ഒരു സാരി, നീല സാരി, ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. അത് എടുത്ത് കാണിച്ചപ്പോ പാർത്താസുകാരൻ ചോദിച്ചു, ഇതിന് എത്ര രൂപയാ? അപ്പോ റെപ്രസെന്റേറ്റീവ് പറഞ്ഞു, ഇത് വിൽക്കേണ്ടത് 4800 രൂപയ്ക്കാണ്, അങ്ങക്ക് ഇത് തരുന്നത് 4200 രൂപയ്ക്കാണ്. അപ്പൊ 4200 രൂപ നമ്മളുടെ പ്രൊക്യൂറിംഗ് പ്രൈസ്, 4800 രൂപ സെല്ലിംഗ് പ്രൈസ്. അപ്പോ പാർത്താസുകാരൻ ചോദിച്ചു, ഇപ്പൊ ഇത് എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ വേണം, ഇതിന് തനിക്ക് ഞാൻ എത്ര തരണം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, സാറിന്റെ പേഴ്സണൽ ഉപയോഗത്തിനാണെങ്കിൽ ഓർഡർ തരുന്നത് കൊണ്ട് അത് എത്രയാന്ന് വെച്ചാൽ പറയാം, ഇതിന് എനിക്ക് 4000 3800 രൂപ തന്നാൽ മതി, ഈ സാരിക്ക് 3800 രൂപ തന്നാൽ മതി. അപ്പോൾ അതെടുത്ത് വെച്ചു. ഉടനെ പാർത്താസുകാരൻ്റെ അസിസ്റ്റന്റ് ഇപ്പുറത്ത് കൂടെ വന്നു. അയാളോട് പറഞ്ഞു, ഈ സാരി ഒന്ന് വിടർത്താൻ. ആ സാരി ഒന്ന് വിടർത്തി നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ഒരു നൂല് മിസ് ചെയ്തിട്ടുണ്ട്, നടുക്ക ഒരു നൂലില്ല. അപ്പോൾ പാർത്താസുകാരൻ ഈ റെപ്രസെന്റേറ്റീവിനോട് പറഞ്ഞു, സാരി നന്നായിട്ടുണ്ട്, ഒരു നൂല് അതിനകത്തില്ല, എന്നാലും വിരോധമില്ല, ഈ ഒരു നൂലില്ല എങ്കിലും കുഴപ്പമില്ല, ഞാനത് എടുക്കുകയാണ്. പക്ഷെ എത്ര രൂപയാ തരേണ്ടത്? നേരത്തെ പറഞ്ഞു 3800 എന്ന്, ഇപ്പൊ അതിന്റെ വ്യത്യാസം എന്താണ്? ഒരു നൂലില്ല, ഒരു നൂല് മിസ് ചെയ്തിരിക്കുന്നു. അപ്പൊ എത്രയാ തരേണ്ടത്? സാരില്ല സാർ, 2500 രൂപ തന്നാ മതി, 2500 രൂപ തന്നാ മതി. ആ ഒരു നൂലിന് എത്രയായിരുന്നു വില? 3800 മൈനസ് 2500.
ആ 3800 മൈനസ് 2500 എന്ന് പറയുന്ന 1300 രൂപയായിരുന്നു ഒരു നൂലിന്റെ വില. പക്ഷെ ആ സാരിയില് എത്ര 1000 നൂലുണ്ട്. എല്ലാ നൂലിനും ഈ പറഞ്ഞ 1300 രൂപ വിലയുണ്ടോ? ഇല്ല. ആ നൂല് ഉണ്ടായിരിക്കേണ്ട സ്ഥാനത്ത് അതില്ലാതിരുന്നത് കൊണ്ടാണ് ആ ഉണ്ടായിരിക്കേണ്ട നൂലിന്റെ വിലയായ 1300 രൂപ കുറച്ചത്. എന്തിനായി ഉദാഹരണം പറഞ്ഞത്? നമ്മള് പലതും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡിവിഡുവലാ. ആ ഇൻഡിവിഡുവല് ആ വ്യക്തിയുടെ ധർമ്മം ചെയ്യും എന്ന് പ്രതീക്ഷിച്ചാണ് പ്രകൃതി നമുക്ക് ജന്മം നൽകിയത്. ആ പ്രകൃതിയുടെ പ്രതീക്ഷ ആ വ്യക്തി നിറവേറ്റുന്നില്ല എങ്കിൽ അത് ആ സാരിയില് ഒരു ഗ്യാപ്പ് വന്നതുപോലെ സമൂഹത്തില് നിങ്ങൾ ഒരു ഗ്യാപ്പ് സൃഷ്ടിക്കുകയാണ്. ആ ഗ്യാപ്പ് സൃഷ്ടിക്കരുത്. ആ ഗ്യാപ്പ് അതിഗംഭീരമായിട്ട് ഫില്ല് ചെയ്തുകൊണ്ട് പോകണം. ലോകത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾ എന്ന വ്യക്തിക്ക് സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അലക്സാണ്ടർ ഫ്ലെമിംഗ് ഇല്ലായിരുന്നു എങ്കിൽ ഇന്ന് ഇപ്പറയുന്ന ആന്റിബയോട്ടിക്കുകൾ ഇല്ല. എത്ര ശാസ്ത്രജ്ഞന്മാര്, എത്ര ചിന്തകന്മാര്, എത്ര ഋഷിവര്യന്മാര് വെറും ഒരു വസ്ത്രവും ഒരു 2-ാം മുണ്ടും ഇട്ട് അവരുടെ കർമ്മം ചെയ്യുന്നു. ആ കർമ്മം അത്രയും ലെവലിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന അനവധി കാര്യങ്ങളുണ്ട്. അറിയാവുന്ന സർവ്വതും കയ്യിലുള്ളത് കൂടുതൽ ചൈതന്യവത്തായി പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരുടെ ആവശ്യത്തിൽ ഇൻവോൾവ് ചെയ്യുക. ഒത്തിരി വിമർശനം കേൾക്കേണ്ടി വരും. അതൊക്കെ ചിരിച്ചുകൊണ്ട് കേൾക്കാം. ആരെങ്കിലും പരദൂഷണം പറഞ്ഞുകൊണ്ട് വന്നാൽ അത് 1/2 മണിക്കൂർ ഇരുന്ന് കേൾക്കാം. അരുത്. അത് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കൂട്ടും, നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് കൂട്ടും, നിങ്ങളുടെ മൊത്തം ശരീരത്തിന്റെ കണ്ടീഷൻ മാറ്റും. എന്തിനാ പരദൂഷണം കേൾക്കുന്നത്? പരദൂഷണം കേൾക്കാൻ ആളുണ്ടെങ്കിലേ പരദൂഷണം പറയാൻ ആളുണ്ടാവുള്ളൂ. കേൾക്കാൻ ആളില്ലെങ്കിൽ പറയാൻ ആളുണ്ടാവോ? ഞാനിവിടെ പ്രഭാഷണത്തിന് വന്ന മുമ്പിൽ ആരും ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് പ്രഭാഷണം നടത്തുമോ? പ്രഭാഷണം നടത്തുന്നത് കേൾക്കാൻ ആളുള്ളതുകൊണ്ടാണ് പ്രഭാഷണം നടത്തുന്നത്. അതുകൊണ്ട് പരദൂഷണം പറയുന്നത് കേൾക്കാൻ ആളുണ്ടെങ്കിലേ അത് പറയാൻ ആളുണ്ടാവൂ. രണ്ടിനും നിങ്ങൾ തുനിയരുത്. ആർക്കെങ്കിലും ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ കർമ്മശുദ്ധി ഉണ്ടാകണം. നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുമ്പോഴാണ് ജീവിതം സഫലമാകുന്നത്. കർമ്മശുദ്ധി ഉണ്ടാകണം. വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പാരവയ്ക്കരുത്. പാരവെപ്പ് എന്നുള്ളത് ഒഴിവാക്കുക. എന്തിനാ മഹാപാപം? എൻ്റെ അമ്മാവൻ തൃപ്പൂണിത്രയില് പൂർണ്ണസ്ത്രൈശ ക്ഷേത്രത്തില് കാര്യക്കാരനായിരുന്നു. അമ്മാവന് പറ്റാവുന്ന അത്രയും അമ്പലത്തിൽ നിന്ന് കട്ടിട്ടുണ്ട്, പറ്റാവുന്ന അത്രയും അമ്പലത്തിൽ നിന്ന്. അപ്പൊ അമ്മാവനോട് പറയാറുണ്ട്, അമ്മാവ ഈ ചെയ്യുന്ന പ്രവർത്തനത്തിന് തിരിച്ചു കിട്ടില്ലേ? ഒന്നും സാരമില്ലടാ, പൂർണ്ണത്ര ഈശ്വരൻ എൻ്റെ കയ്യിൻ്റെ ഉള്ളിലാ. പൂർണ്ണത്ര ഈശ്വരൻ എന്ന് വെച്ചാൽ വിഗ്രഹം എൻ്റെ കയ്യിൻ്റെ ഉള്ളിലാ. ഒരു ദിവസം ഈശ്വരാനുഗ്രഹം കൊണ്ട്, അങ്ങനെ പറയരുതെന്ന് എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഈശ്വരാനുഗ്രഹം കൊണ്ട് കിണറ്റിൽ നിന്ന് അമ്മാവൻ വെള്ളം കോരിയാണ്. വലത്തെ കാല് സ്ലിപ്പായി, തലയും കുത്തി കിണറ്റിനകത്ത് പകുതി ഭാഗം പരലായിച്ചിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആ കിടപ്പ് 26 വർഷം ഒറ്റ കിടക്കയില്. എന്താ ചെയ്ത പ്രവൃത്തിയുടെ റിയാക്ഷൻ? അത് ഓർക്കണില്ല നമ്മൾ. പലരും വിചാരിക്കുന്നു നെഗറ്റീവ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, 613 കോടി ജനത ഭൂമിയിലുണ്ട്, ഈശ്വരൻ എന്നെ മാത്രം സാറ്റലൈറ്റ് നോക്കുന്ന മാതിരി നോക്കാൻ പോകല്ലേ, പിന്നെ ഈശ്വരന് വേറെ പണിയൊന്നുമില്ലേ? ഈശ്വരൻ ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ. ചെയ്യുന്ന പ്രവൃത്തി നല്ല രീതിയിൽ ചെയ്യാം. ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ റിവാർഡ് കിട്ടാതിരിക്കില്ല. റിവാർഡ് കിട്ടിയില്ലെങ്കിൽ വിരോധമില്ല, നെഗറ്റീവ് ഉണ്ടാവില്ല. സത്കർമ്മങ്ങൾ ചെയ്യണം. നാളെ മുതൽക്ക് ഞാൻ സാധാരണ എല്ലാവരോടും പറയാറുണ്ട്, നിങ്ങൾ രാവിലെ കുളി കഴിഞ്ഞ് തല തോർത്തുന്നതിന് മുമ്പ് തെക്കോട്ട് തിരിഞ്ഞു നിന്ന് ഒരു കൈ വെള്ളം എടുക്കുക. എന്നിട്ട് തെക്കോട്ട് നോക്കിക്കൊണ്ട്, അമ്മേ, അമ്മയുടെ മകൻ പേര് പറയാ, സുഖമായിട്ട് ദുബായിൽ ജീവിക്കുന്നു, വലിയ ദുഃഖമൊന്നുമില്ല, ദാരിദ്ര്യ ദുഃഖമില്ല,
സാമാന്യം നല്ല ജോലിയുണ്ട്. അമ്മയുടെ മകൻ കള്ളനല്ല, വഞ്ചകനല്ല, ചതിയനല്ല. അമ്മയുടെ അനുഗ്രഹം എന്നും ഉണ്ടാകണം. മാതൃദേവോ ഭവ മാതൃ തർപ്പയാമി എന്ന് പറഞ്ഞു കൊടുക്കുക. അടുത്ത കൈ വെള്ളം എടുക്കുക. അവിടെ തന്നെ, ബാത്റൂമിൽ തന്നെ, പുറത്തൊന്നും പോകണ്ട. അത് ഷവറിന്റെ ചുവട്ടിലോ ബാത്റൂമിന്റെ നിലത്തോ എവിടെയാ പറ്റാന്ന് വെച്ചാ അടുത്ത കൈ വെള്ളം എടുക്കുക. അച്ഛൻ ജന്മം നൽകിയ മകൻ ഇന്ന് സന്തോഷത്തോട് ജീവിക്കുന്നു. ഒരു നെഗറ്റീവും അച്ഛന്റെ മകൻ ചെയ്യുന്നില്ല. രണ്ട് കൈയും കൂപ്പി ആ തൊഴുന്നതിന് മുമ്പ് പിതൃദേവോ ഭവ പിതൃം തർപ്പയാമി എന്ന് പറഞ്ഞ് തൊഴുക. ഇത് ദിവസവും ചെയ്യാം. യു വിൽ ബി എൻ എൻറ്റയർലി ഡിഫറെന്റ് പേഴ്സൺ. കേരളത്തിൽ ഞാൻ പറയാറുണ്ട്, ഒന്നുകൂടി മാറ്റി പറയണം. എന്താണ്? അച്ഛന്റെയും അമ്മയുടെയും മകൻ ചതിയനല്ല, വഞ്ചകനല്ല, സമൂഹദ്രോഹിയല്ല, ദേശദ്രോഹിയല്ല എന്ന് ആദ്യത്തെ 4 ദിവസം പറയാം. 5ാമത്തെ ദിവസം ഒരെണ്ണവും കൂടി പറയാ, കൈക്കൂലി വാങ്ങിക്കുന്നവനല്ല. അതെന്തിനാ 5 ദിവസം കഴിഞ്ഞ് പറയുന്നത്? ആരോടെങ്കിലും നാളെ പൈസ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൂടി മേടിച്ച, പിന്നെ മേടിക്കരുത്. അപ്പോൾ സിമ്പിൾ, സാധിക്കും, മാറാൻ സാധിക്കും. ഈ ജീവിതം നല്ല രീതിയിൽ കർമ്മശുദ്ധി സാധിക്കുന്നിടത്തോളം വ്യക്തികളെ സഹായിച്ചു കൊണ്ടുപോവാ. സായിബാബ പറയാറുണ്ട് പണ്ട്, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന്. ഇപ്പൊ സായിബാബ മാറ്റി. ഇപ്പൊ എന്താ സായിബാബ പറയാ? നിങ്ങളുടെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന്. എന്റെ ജീവിതമല്ല എന്റെ സന്ദേശം, നിങ്ങളുടെ ജീവിതമാണ് എന്റെ സന്ദേശം എന്നാകണമെങ്കിൽ എത്ര മാറണം നിങ്ങൾ? വളരെ നല്ല ഒരു സന്ദേശമാണ്. യു ആർ ദ മെസഞ്ചർ ഓഫ് സായിബാബ. സായിബാബയുടെ ഡിവോട്ടീസിന്റെ കാര്യമാണ്. ആ ഡിവോട്ടീസ് എങ്ങനെ ജീവിക്കണം എന്ന മെസ്സേജ് സ്വാമി കൊടുത്തിട്ടുണ്ട്. അമ്മ പറയാറുണ്ട്, മക്കളെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യണം മക്കളെ എന്ന് അമ്മ പറയാറുണ്ട്. ആ വരിയുടെ പുറത്ത് എന്ത് ഉജ്ജ്വല സന്ദേശമാണ്. എത്ര പേരാ തോളത്ത് കിടന്ന് കരയുന്നത് കണ്ടിട്ടുണ്ടോ? അവരുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത സ്വീഡൻകാര് ടൊറന്റോയിൽ പോയപ്പോൾ ടൊറന്റോ ഹോട്ടലിന്റെ ഓണർ അമ്മയുടെ പ്രോഗ്രാമിന് മൊത്തം കോൺട്രാക്ട് എടുത്തു. എത്രയോ ലക്ഷം ഡോളർ കോൺട്രാക്ട്. അവസാന ദിവസം അമ്മയുടെ മുമ്പിൽ വന്ന് അമ്മയോട് ചോദിച്ചു, എന്നെ അനുഗ്രഹിക്കണമെന്ന്. അപ്പൊ അമ്മ തമാശന് പറഞ്ഞു, അത്ര എനിക്ക് അറിഞ്ഞുകൂടാട്ടോ, മോൻ അമ്മയുടെ അടുത്തുനിന്ന് ഒത്തിരി പൈസ വാങ്ങിച്ചു, അത് പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള പൈസയാ മോൻ വാങ്ങിച്ചതെന്ന് മലയാളത്തിൽ പറഞ്ഞു അത്ര. അയാൾക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ട് അർത്ഥം മനസ്സിലായില്ല. ദൈവാനുഗ്രഹം കൊണ്ട് അയാൾ വേറൊരു മലയാളിയെ വിളിച്ചു ചോദിച്ചു, അമ്മ എന്താ പറയുന്നതെന്ന്. അപ്പോ അമ്മ ഇങ്ങനെയാ പറഞ്ഞത്, ആ മൊത്തം വാങ്ങിച്ച പൈസ അയാൾ തിരിച്ചു കൊടുത്തു. ഹോൾ ഹോട്ടൽ റെന്റ്, കിച്ചൺ റെന്റ് എന്തെല്ലാം വാങ്ങിച്ചോ. I will be your devotee forever. Just a transformation within 60 seconds. 60 സെക്കൻഡ് കൊണ്ടുണ്ടായ ട്രാൻസ്ഫർമേഷൻ നമുക്ക് മാറാൻ സാധിക്കണം. അതാണ് അതിന്റെ പ്രത്യേകത. എത്ര ടെററിസ്റ്റുമാരുടെ ഇടയിൽ കൂടിയാണ് ശ്രീ രവിശങ്കർ ജമ്മു കാശ്മീരിൽ നടന്നതെന്നറിയാമോ? പലരും നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മള് ശ്രീ രവിശങ്കറിന്റെ ആരാധകരുണ്ട്, ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ പ്രചാരകരുണ്ട്. പക്ഷെ ഏതോ ഗുരുജി ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് പഠിക്കാൻ ഉദ്ദേശമില്ല. അതുകൂടി അറിയണം, അതുകൂടി പഠിക്കണം. എന്നിട്ട് വേണം മറ്റുള്ളവരുടെ അടുത്ത് ഗുരുജിയെ കുറിച്ച് പറയാൻ. ടെററിസ്റ്റിന്റെ മുമ്പിൽ കൂടെ നടന്ന് അവരുടെ തോളത്ത് തട്ടിയിട്ട് മക്കളെ നേരിട്ടുള്ള ധർമ്മത്തിന് വന്നൂടെ എന്ന് ചോദിച്ചപ്പോ ഒത്തിരി പേര് കരയുന്നുണ്ടായിരുന്നു. ചിലപ്പോ എൻ്റെ ഭാര്യ എന്നെ കുറിച്ച് പറയാറുണ്ട്, നിങ്ങളുടെ ഹൃദയം ടെററിസ്റ്റിന്റെ ഹൃദയമാണെന്ന്. ഏതായാലും എൻ്റെ ഹൃദയം ടെററിസ്റ്റിന്റെ ഹൃദയമാണെന്ന് പറയുമ്പോൾ അവരെത്രയാ ഉദ്ദേശിച്ചത്? ആ റിയൽ ടെററിസ്റ്റ് ശ്രീ രവിശങ്കറിന്റെ മുമ്പിൽ വരുമ്പോൾ ആ കയ്യിലുള്ള സ്റ്റെൻഗൺ താഴെ വെച്ച് നമസ്കരിച്ച് കരയാൻ കാരണം എന്ത്? മനസ്സിൽ വന്ന പരിവർത്തനം. നമുക്കും അത് വരാൻ സാധിക്കും. ഇറ്റ് ടേക്സ് മിനിമം ടൈം, ലിറ്റിൽ ബിറ്റ് ടൈം. കഴിഞ്ഞ ഇതിന്റെ മുമ്പിലത്തെ ആഴ്ച തലശ്ശേരിയിൽ ഒരു പ്രഭാഷണം നടത്തി കഴിഞ്ഞപ്പോ ഒരാൾ വന്ന് പറഞ്ഞു, സാറേ എനിക്ക് ഒരൊറ്റ പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ, ദൈവത്തോടല്ല ആരോടോ, കാരണം അദ്ദേഹം ദൈവവിശ്വാസിയല്ല. നിരീശ്വരവാദിയായി ജനിച്ചു, നിരീശ്വരവാദിയായി വളർന്ന് നിരീശ്വരവാദിയായി മരിക്കണം എന്ന ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അത് പറ്റില്ല എന്ന് ഉറപ്പായി. എന്താ കാരണം? സാറിന്റെ പ്രഭാഷണം കേട്ടോടെ നിരീശ്വരവാദിയായിട്ട് മരിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലായി. ആ ദിവസം മുതൽക്ക് തലശ്ശേരിയിൽ അറിയപ്പെടുന്ന നിരീശ്വരവാദിയായ രാജൻ അദ്ദേഹം വിളക്ക് വെച്ച് പൂജിക്കാൻ തുടങ്ങി. പൂജ വീട്ടിനകത്ത് തുടങ്ങി, മന്ത്രം ആലപിക്കാൻ തുടങ്ങി. പലരും വന്ന് ചോദിച്ചു, എന്താണോ രാജ താൻ ഇങ്ങനെ മാറിയത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു,
നിങ്ങളെല്ലാം മാറുന്നതിന് മുമ്പ് ഞാൻ ആദ്യം മാറാന്ന് വിചാരിച്ചിട്ടാ. നിങ്ങൾ നാളെ മറ്റന്നാളെ മാറും, ഞാൻ നേരത്തെ എനിക്ക് മാറാന്ന് വിചാരിച്ചിട്ടാ മാറാതിരിക്കില്ല. കാരണം ഇതൊന്നും ഇൻഡിവിഡ്വലിസ്റ്റിക് അല്ല. അവനവന്റെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന സാത്വികമായ വികാരത്തെ വെറുതെ ഒരു വാക്കോ വരിയോ ഒരു ആക്ഷനോ ജസ്റ്ററോ ഒരു തോട്ട് പ്രൊവോക്കിംഗ് ലൈനോ കൊണ്ട് ജസ്റ്റ് ഉണർത്തുകയാണ്. നമുക്ക് മാറാൻ സാധിക്കണം. എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഇൻഡിവിഡുവൽ, നിങ്ങൾ വ്യക്തിപരമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുക, നല്ല രീതിയിൽ ചിന്തിക്കുക, നല്ല രീതിയിൽ പ്രവർത്തിക്കുക. The words used by you, let it be perfect. The work that is done by you, let it be perfect and positive. The thought that is inculcating in your mind, നിങ്ങളുടെ മനസ്സിൽ ഉദിക്കുന്ന ചിന്തകള് നന്മ നിറഞ്ഞതാകട്ടെ. എല്ലാ രാത്രിയും ഉറങ്ങുന്നതിന് മുൻപ് 1 മിനിറ്റ് കിടക്കയിലിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ആർക്കെങ്കിലും നെഗറ്റീവ് ചെയ്തിട്ടുണ്ടോ എന്ന് അവനവനോട് എന്നിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് 8 മണി തൊട്ട് 9 മണി വരെ ആർക്ക് നെഗറ്റീവ് ചെയ്തു? 9 തൊട്ട് 10, 10 തൊട്ട് 11, 11 തൊട്ട് 12, 12 തൊട്ട് 1 അപ് ടു 10 PM എത്ര നെഗറ്റീവ് ചെയ്തു? പറഞ്ഞു, ചിന്തിച്ചു. അടുത്ത ദിവസം നമ്പർ കുറയ്ക്കാം, മാറാൻ സാധിക്കും. ഇതൊരു സന്യാസിയുടെ അപേക്ഷയല്ല, അങ്ങനെയൊന്നുമല്ല, നമുക്ക് മാറാൻ സാധിക്കും. 2, കുടുംബ ബന്ധം. നമ്മൾ ഓർക്കാനുള്ള കുടുംബ ബന്ധം അത് പലപ്പോഴും ഇന്ത്യക്കാരിൽ തളർന്നു വരുന്നു, തകർന്നു വരുന്നു. പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃബന്ധം അത് ദൃഢമാക്കണം. ഏതോ ഒരു വീട്ടിൽ ജനിച്ച ഒരു സ്ത്രീയെ, ഏതോ ഒരു വീട്ടിൽ ജനിച്ച പുരുഷൻ 5 കല്യാണം കഴിച്ച് കൊണ്ടുവരികയാണ്. 5 കല്യാണമാണ് നമ്മൾ കഴിക്കുന്നത്. താലി കെട്ടിയിട്ട്, മാല ചാർത്തി, പാണിഗ്രഹണം ചെയ്ത്, പുടവ കൊടുത്ത്, മോതിരം മാറി 5 കല്യാണമാണ് നമ്മൾ നടത്തുക. പ്രാണ, അപാന, വ്യാന, ഉദാന, സമാനൻ, 5 പ്രാണനെ ബന്ധിപ്പിക്കുന്നതാണ് വിവാഹം. അത് അഗ്നിയെ മുമ്പിൽ നിർത്തി സാക്ഷിയായിട്ട് ഒരു പ്രാർത്ഥനയാണ്. അഗ്നിദേവ പ്രത്യക്ഷമായിട്ട് അങ്ങ് മുമ്പിലുണ്ട്. ഞാൻ ഈ സ്ത്രീയെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നു, ആ സ്ത്രീ എന്നെ ഭർത്താവായി സ്വീകരിക്കുന്നു. അവസാനത്തെ ശ്വാസം വരെ ഈ കുടുംബ ബന്ധം നിലനിർത്താൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു ഭാരതീയര്. ആ പ്രാർത്ഥനയാണ് വേദമന്ത്രത്തിലൂടെ വിവാഹം കഴിഞ്ഞ് വധുവിനെ അല്ലെങ്കിൽ ഭാര്യയെ വീട്ടിനകത്ത് കൊണ്ടുവരുമ്പോൾ വലത്തെ കയ്യ് വധുവിന്റെ ഇടത്തെ തോളിൽ വെച്ചിട്ടൊരു മന്ത്രം ചൊല്ലണം. ഭർത്താവ് സംരാജ്ഞി ഭവ സംരാജ്ഞി ശ്വശ്രുവേ ഭവ ശ്വശ്രുവാൻ ഭവ സംരാജ്ഞി നനാന്തരീ ഭവ സംരാജ്ഞി. അർത്ഥം വളരെ സിമ്പിളാണ്. എന്റെ സമ്രാജ്ഞി ആയിക്കൊണ്ട്, ക്വീൻ ആയിക്കൊണ്ട് എന്റെ വീട്ടിലേക്ക് കയറി വരിക. എന്റെ അച്ഛനമ്മമാരുടെ സമ്രാജ്ഞിയായിട്ട് കയറി വരിക. എന്റെ സഹോദരി സഹോദരന്മാരുടെ സമ്രാജ്ഞിയായിട്ട് നീ അകത്തേക്ക് കയറി വരിക. ആ സ്വീകരണം ഭാര്യ എന്ന സ്ത്രീ, ഭർത്താവ് എന്ന പുരുഷൻ, രണ്ടും തമ്മിലുള്ള ബന്ധം ഭാരതത്തില് പരമപവിത്രമാണ്. നിങ്ങളുടെ കുടുംബത്തില് അത് പരമപവിത്രമാക്കാൻ സാധിക്കണം. പാശ്ചാത്യ സംസ്കാരവും ഭാരതീയ സംസ്കാരവും തമ്മില് വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? സ്വാമി വിവേകാനന്ദനോട് ഒരു ചോദ്യം ചോദിച്ചു. അതിന് പല ഉത്തരങ്ങളും അദ്ദേഹം നൽകിയതിന്റെ കൂട്ടത്തില് ഒരു ഉത്തരം അദ്ദേഹം നൽകി. പാശ്ചാത്യ നാടുകളില് അവനവന്റെ അമ്മ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും എനിക്ക് ഭാര്യമാരാണ്. ഇന്ത്യയില് അവനവന്റെ ഭാര്യയൊഴിച്ച് ബാക്കി എല്ലാ സ്ത്രീകളും അമ്മമാരാണ്. അവനവന്റെ ഭാര്യയൊഴിച്ച് മാതൃവത് പരതാരേഷു, മറ്റ് സ്ത്രീകള് അമ്മമാർക്ക് തുല്യമാണ് ഭാരതത്തില്. പാശ്ചാത്യ നാടില് അമ്മ ഒഴിച്ച് ബാക്കി എല്ലാവരും എന്റെ ഭാര്യമാർക്ക് തുല്യരാണ്. ചെറിയ വ്യത്യാസം, പക്ഷെ ഇത് വലിയ സന്ദേശമാണ്. ആ കുടുംബ ബന്ധം എന്നാ അവസാനിക്കുന്നത്? ഭാര്യയോ ഭർത്താവോ ഒരു ദിവസം മരിക്കും, അത് ഉറപ്പാണ്. ഭഗവത്ഗീതയിലെ ശ്രീകൃഷ്ണൻ പറഞ്ഞ വരി, ജാതസ്യ ഹി ധ്രുവോർ മൃത്യോ ധ്രുവം ജന്മമൃതസ്യ ച, ജനിച്ചാൽ മരണമുണ്ട്. നമ്മളെല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു, മരണമൊന്നുമില്ല. ബോംബെ ഡൈയിങ്ങിന്റെ സാരി, വിവാൽഡിയുടെ സൂട്ട്, 27 പ്രാവശ്യം കുളിച്ചാൽ കിട്ടുന്ന എഫക്റ്റ് കിട്ടുന്ന ജീവ സോപ്പ്, ചുട്ടിക്കൂറ സോപ്പ്, ഇതെല്ലാം തേച്ച്
ഈ സാധനത്തിനെ, ഈ ശരീരത്തിനെ മൊത്തം ഡെക്കറേറ്റ് ചെയ്ത്, പിന്നെ ഗോദ്റേജിന്റെ ഡൈ, കാരണം വയസ്സാവുമ്പോ വെളുക്കുവേ, അതിനെ കറുപ്പിക്കണ്ടേ, അതെല്ലാം കൂടി ചേർത്ത് നമ്മൾ ഇങ്ങനെ കണ്ണാടിയിൽ നോക്കാം, കൊള്ളാമോ എൻ്റെ ഫോട്ടോ, എന്താ കൊള്ളാമോ, മകളുടെ വിവാഹം കഴിഞ്ഞു, പിന്നെ എൻ്റെ ഭംഗിയുണ്ടോ എന്ന് നോക്കുന്നു. എന്നാലും ഇതെല്ലാം നോക്കും. ആ മരണ ദിവസം വരും, ഭാര്യയ്ക്കും മരണ ദിവസം വരും, ഭർത്താവിനും മരണ ദിവസം വരും. സപ്പോസ് ഭർത്താവ് മരിച്ചു, ആ ഡെഡ് ബോഡി അവിടെ വെച്ചിരിക്കുക. ഒന്ന് ചിന്തിക്കുക, ഈ ഭാര്യ കരഞ്ഞുകൊണ്ട് ഇപ്പുറത്തിരിക്കുന്നു, എന്തായിരിക്കും അവർ ചിന്തിക്കുക? ആ കുറേ കർമ്മങ്ങൾ കഴിഞ്ഞാൽ ഭാര്യയുടെ കഴുത്തിലുള്ള താലി വന്ന് പൊട്ടിക്കും. ആ താലി പൊട്ടിച്ചു കഴിഞ്ഞാൽ വേറൊരു സ്ത്രീ വന്ന് ഈ നെറ്റിയിലെ കുങ്കുമം അങ്ങോട്ട് മാച്ചു കളയും. ആ സീൻ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഈ ഭാര്യയുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, ഇന്നലെ വരെ ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഭർത്താവ് മരിച്ചു, ഇനി ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം ഭസ്മമാവും, ചാരമായും. എന്നിട്ട് എനിക്ക് എൻ്റെ ഭർത്താവിനെ ഒന്ന് കാണണമെന്ന് തോന്നിയാൽ ഈ ജന്മത്തിൽ ഇനി കാണാൻ പറ്റുമോ? ഇല്ല. വെറുതെ കുറേ കാലം വഴക്കിട്ടു ഭർത്താവുമായിട്ട്, വേണ്ടായിരുന്നു, എന്തിനാ വെറുതെ വഴക്കിട്ടത്? ഇനി എനിക്ക് അദ്ദേഹത്തിൻ്റെ മുഖം കാണാൻ സാധ്യമല്ല, എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ഒരു തമാശ പറയാൻ സാധ്യമല്ല, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കറി ഉണ്ടാക്കി കൊടുക്കാൻ സാധ്യമല്ല, അദ്ദേഹത്തിന് എന്നെ ദേഷ്യപ്പെടുമ്പോഴുള്ള മുഖഭാവം ഒന്ന് കാണാൻ സാധ്യമല്ല. ഡൽഹിയിലേക്ക് പോയ വ്യക്തിയാണെങ്കിൽ എന്നെങ്കിലും തിരിച്ചു വരുന്നു പറയാം, ദുബായിലേക്ക് പോയ വ്യക്തിയാണെങ്കിൽ കുറേ കഴിഞ്ഞാലെങ്കിലും തിരിച്ചു വരുന്നു വിചാരിക്കാം. ഇനി എൻ്റെ ഭർത്താവ് വരില്ല, ഗോൺ ഫോർ എവർ. അതുപോലെ പ്ലേറ്റ് ഒന്ന് മറച്ചു വെക്കുക. ഭാര്യയാണ് മരിച്ചതെങ്കിൽ ഭർത്താവ് ദൂരെ മാറി ഇന്ന് കൈകെട്ടിയിരുന്ന് നോക്കുക. ഇന്നലെ വരെ രാവിലെ എനിക്ക് ചായ ഉണ്ടാക്കി തന്നു, ഇന്നാളെ മോൾക്ക് എൻ്റെ ഭാര്യ എൻ്റെ കൂട്ടത്തിലില്ല, ഞങ്ങൾ ഒത്തിരി വഴക്കിട്ടു, ദേഷ്യപ്പെട്ടു, ഞാൻ അവളെ ഒത്തിരി കയർത്തു, പക്ഷെ അതെല്ലാം ചെയ്താലും നാളെ മോൾക്ക് എൻ്റെ കൂട്ടത്തിൽ ഇല്ലല്ലോ, അവള് പോയി, ഇനി വിറകിൻ്റെ മുകളിൽ വെക്കുകയാണ്, അല്ലെങ്കിൽ ക്രമറ്റോറിയത്തിൽ കയറ്റുകയാണ്, ഇനി എനിക്ക് എൻ്റെ ഭാര്യയെ കാണാൻ സാധ്യമല്ല. ഒന്ന് വഴക്ക് പറയണമെന്ന് പറഞ്ഞാൽ സാധിക്കില്ല. എൻ്റെ മക്കൾ ഇനി ആരെ അമ്മ എന്ന് പറഞ്ഞ് വിളിക്കുക? ആ സീനൊന്ന് ചിന്തിച്ചു നോക്കാം, വെറുതെ ചിന്തിച്ചു നോക്കാം. എക്സ്ട്രാപ്ലേറ്റിംഗ് യുവർ ലൈഫ്, ജീവിതത്തെ ഒന്ന് എക്സ്ട്രാപ്ലേറ്റ് ചെയ്യുക. ആ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഡെഡ് ബോഡി എടുക്കുന്നു, ഒരു തുണി കൊണ്ട് മൂടി, ദർഭ കൊണ്ട് 3 കെട്ട് കെട്ടി കഴിഞ്ഞു. ഇനി ആ വ്യക്തി ഭൂമി നോക്കില്ല, ജീവിതം നോക്കില്ല, എനിക്ക് അവരെ കാണാൻ സാധ്യമല്ല. അവർക്ക് എന്നോടെല്ലാം പകയും ഉണ്ടായിരുന്നിരിക്കാം, ദേഷ്യം ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ ഇനി ആരോടായി പക തീർക്കാം, ആരോടായി കടം വീട്ടാം? തിരിച്ച് വീട്ടിനകത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഭാര്യ ഉടുത്തിരുന്ന സാരി അലമാരിയിൽ വെച്ചിരിക്കുന്നു. ഇനി സാരി ആരാ ഉടുക്കുക? ഭർത്താവിൻ്റെ പാൻറ് തൂക്കിയിട്ടിരിക്കുന്നു. ഇനി ആ പാൻറ് ആരാ ഇടുക? ആരുമില്ല ഇടാൻ, ഒറ്റയാളില്ല ഇടാൻ. ഗോഡ് ഫോർ എവർ. അതിനകത്ത് എവിടെയാ ഇനി ഒരു സൊല്യൂഷൻ ഉള്ളത്? ഇല്ല. എൻ്റെ ഭർത്താവ് 1 മാസം കഴിഞ്ഞ് വരും, ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ചിന്തിക്കാൻ പറ്റില്ല. എൻ്റെ ഭാര്യ 2 മാസം കഴിഞ്ഞ് വരും, ചിന്തിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം 58 ഗ്രാം ചാരമാകുന്ന ആ തീയിന് 3 പ്രദക്ഷിണം വെച്ച് വിറകിലാണ് കത്തിക്കുന്നതെങ്കിൽ ഒരു വിറക് കൊള്ളി എടുത്ത് ഉയർത്തി പിടിച്ചു പറയും, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ, നീ യാത്രയായി, നമ്മൾ ഒരുമിച്ച് ജീവിച്ചു, എന്തെല്ലാം വേദന ഉണ്ടായിരുന്നെങ്കിലും ആ വേദന ഇന്ന് അവസാനിക്കുക. നമ്മൾ മലയാളത്തിൽ പണ്ടൊരു പ്രയോഗമുണ്ട്, കൊള്ളിയിടുക എന്ന് പറയും. അവസാനത്തെ ബന്ധവും മുറിക്കലാണ് കൊള്ളിയിടൽ. അതുകൊണ്ട് 3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് ആ വിറക് കൊള്ളിയെടുത്ത് നേരെ തീയിലിട്ട്, അപ്പോഴാ പൊട്ടിക്കരയുക. പൊട്ടിക്കരയാൻ അപ്പോഴേ പെർമിഷൻ ഉള്ളൂ. എന്തിനാ അപ്പൊ കരയുന്നത്? ജീവിച്ചിരിക്കുന്നവർ കാണണം. ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യയുടെ വിലാപം മറ്റുള്ളവർ കാണണം. ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താവിന്റെ വിലാപം മറ്റുള്ളവർ കാണണം. എന്തിനവർ കാണണം? അവരും ഓർക്കണം, ഒരു ദിവസം അവരിൽ ഒരാൾ ആദ്യം പോകും, 2ാമത്തെ ആള് പിന്നീട് പോകും. അത് ഒരിക്കലേ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുള്ളൂ. ആ അനുഭവം കാണാൻ ഇത് അവസരമാണ്. അനുഭവിക്കാൻ അവസരം വരുമ്പോൾ അതിനു മുമ്പ് നല്ല രീതിയിൽ ജീവിക്കാം. ആ ഭാര്യ ഭർത്തൃബന്ധം ജീവിതത്തിൽ ഏറ്റവും പവിത്രമാണ്.
അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നിടത്തോളം അഡ്ജസ്റ്റ് ചെയ്യണം. വീട്ടിനകത്ത് ആ പവിത്ര ബന്ധം ചിരിച്ചുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. എല്ലാവരുടെ മുമ്പിലും മാതൃകാപരമായ ഭാര്യാഭർത്തൃബന്ധം സാധിക്കണം, സാധിക്കും, സാധിപ്പിക്കണം. അതാണ് ഭാരതീയ സന്ദേശം. അതേപോലെ പവിത്രമായ മറ്റൊന്നു കൂടിയുണ്ട്. നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും നിങ്ങൾക്കുള്ള ബന്ധം. ഇന്ന് നമ്മൾ ധരിക്കുന്നു, നമ്മളെ ജനിച്ച സമയത്ത് നമ്മളെ പിച്ച വെച്ച് നടക്കാൻ പഠിപ്പിച്ച അച്ഛനും അമ്മയും, കരയുമ്പോൾ കണ്ണുനീര് തുടച്ച അമ്മ, നമ്മളെ ചിരിപ്പിച്ചവര്, നമ്മളുടെ ജീവിത സുഖങ്ങൾക്ക് വേണ്ടി അവർ ഉറക്കം മാറ്റി വെച്ചവര്, അവരുടെ സർവസമ്പത്തും മക്കളെ വളർത്താൻ വേണ്ടി ഉപയോഗിച്ചവര്, നിങ്ങൾ വളർന്ന് വലുതാവുന്നത് കണ്ടപ്പോൾ അസൂയയോ കുശുമ്പോ പകയോ ഇല്ലാത്ത ലോകത്തിലെ രണ്ട് വ്യക്തികളാണ്. നിങ്ങളോട് അസൂയയില്ല, നിങ്ങളോട് കുശുമ്പില്ല, നിങ്ങളോട് പകയില്ലാത്ത ലോകത്തിലെ രണ്ട് വ്യക്തികൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ അത് നിങ്ങൾക്ക് ജന്മം നൽകിയ അച്ഛനും അമ്മയുമാണ്. ആ അച്ഛന്റെയും അമ്മയുടെയും മടിയിൽ കിടന്ന് അവരുടെ പാല് കുടിച്ച് അവരമ്പിളിയമ്മാവനെ കാണിച്ചു തന്ന് ചോറ് തന്ന് വളർത്തിയ നിങ്ങൾക്ക് തിരിച്ച് അവരെ ഒന്ന് സഹായിക്കേണ്ട കാലം വരും. അവർ കട്ടിലിൽ കിടക്കുമ്പോൾ, വയ്യ എന്ന് പറഞ്ഞ് കിടക്കുമ്പോൾ അവർ കണ്ണടച്ച് പ്രാർത്ഥിക്കും, എൻ്റെ മകനൊന്ന് വന്നിരുന്നെങ്കില്, എൻ്റെ മകളൊന്ന് വന്നിരുന്നെങ്കില്, എന്നെ ഒന്ന് താങ്ങി നിർത്തി ഇരുത്തിയിരുന്നെങ്കില്, എനിക്ക് അവനെ നോക്കി ഒന്ന് ചിരിക്കണം, ആ മകനെയും മകളെയും നോക്കി ഒന്ന് ചിരിക്കണം, അവന്റെ തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിക്കണം. അച്ഛന്റെ അന്ത്യയാത്രയ്ക്ക് മുമ്പ്, അമ്മയുടെ അന്ത്യയാത്രയ്ക്ക് മുമ്പ് അവനോട് പറയണം, മോനെ നീ നന്നായി വരണം. അച്ഛൻ മുകളിൽ നിന്ന് നോക്കും, അമ്മ മുകളിൽ നിന്ന് നോക്കും. നിന്റെ വളർച്ച നന്നായിരിക്കണം. അച്ഛന്റെയും അമ്മയുടെയും ആ മനസ്സ് നിനക്ക് എന്നും അനുഗ്രഹം തരും. ഇത് പറയാൻ ലോകത്തിൽ രണ്ടുപേരേ ഉള്ളൂ മക്കളെ എന്നെനിക്ക് പറയണം തോന്നുന്നു. അത് നിങ്ങളുടെ അച്ഛനും അമ്മയുമാണ്. അവരെ ഒരു കാരണവശാലും അവർക്ക് നടക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾ കൈ കൊടുക്കണം. അവരെ പിച്ച വെച്ച് നടക്കേണ്ട അവസ്ഥ വരും. 75, 80, 85, 90 ആവുമ്പോൾ കൈപിടിച്ച് നടത്തിക്കണം. അവര് നടന്ന സ്ഥലം മുഴുവനും കാണിക്കണം. കൈ അനങ്ങാൻ പറ്റുന്ന കാലമാണ്. വയ്യായെങ്കില് നിങ്ങൾ വായിൽ ചോറ് കൊടുക്കണം, അവരുടെ കണ്ണുനീര് തുടയ്ക്കണം. അന്ന് അവർ അനുഗ്രഹിക്കും. നിങ്ങളുടെ തലയ്ക്ക് കൈവച്ച്, നീ എൻ്റെ മകനായി പിറന്നതില്, മകളായി പിറന്നതില് ഈ അച്ഛനും അമ്മയ്ക്കും സന്തോഷമുണ്ട്. നിന്നെ പോലൊരു മകനെയും മകളെയും കിട്ടിയതില് പുണ്യം ചെയ്തു അച്ഛനും അമ്മയും എന്ന് പറയിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അന്നാണ് നിങ്ങൾ പുത്രന്മാരാകുന്നത്, പുത്രിമാരാകുന്നത്. എന്നെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നു, നിങ്ങൾ കാരണമോ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ കാരണമോ അച്ഛനെയും അമ്മയെയും ഒരു വൃദ്ധസദനത്തിലാക്കണമെങ്കിൽ, വൃദ്ധസദനത്തിലാക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് ഒന്ന് ചിന്തിക്കുക. അച്ഛനെ കാറില് കൊണ്ടുപോയി വൃദ്ധസദനത്തിലാക്കി നിങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ അച്ഛൻ നിങ്ങളോട് ടാറ്റ പറയും. നിങ്ങളും അച്ഛനോട് ടാറ്റ പറയുന്നൊരു ദിവസം ഓർക്കുക. അവിടെ നിന്ന് രണ്ട് കാര്യം കൂടി ഓർക്കുക. അച്ഛനോട് ടാറ്റ പറഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് വരുമല്ലോ, രണ്ട് കാര്യം. ഒരു കാര്യം, നിങ്ങൾ LKGയിൽ പഠിക്കുമ്പോൾ ആ സമയത്ത് നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ സ്കൂളിൽ കൊണ്ടാക്കുമ്പോൾ നിങ്ങൾ കരഞ്ഞകത്തേക്ക് പോയില്ലേ? ആ സമയത്ത് കരയുമ്പോൾ നിങ്ങൾ എന്താ ചിന്തിച്ചത്? 3:30 മണിക്ക് എൻ്റെ അച്ഛൻ എന്നെ കൊണ്ടുപോകാൻ വരും, 3:30 മണി വരെ ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ കഴിച്ചു കൂട്ടും കരഞ്ഞ് എൻ്റെ അച്ഛൻ എന്നെ കൊണ്ടുപോകാൻ വരുന്നുണ്ടോ, എൻ്റെ അമ്മ എന്നെ കൊണ്ടുപോകാൻ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ആ അച്ഛനെയും അമ്മയെയും കാണുമ്പോൾ ആഹ്ലാദിച്ച് തിമർത്ത 4.5 വയസ്സായ ഒരു കുട്ടിയായിരുന്നു നിങ്ങൾ. അവരുടെ വരവും പ്രതീക്ഷിച്ചിരിക്കുന്നു. ഇന്ന് തിരിച്ച് നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ വരവും പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും. അതിനൊരവസ്ഥ വരണോ എന്നൊന്ന് ചിന്തിക്കാം. അവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ അച്ഛനോട് യാത്ര പറഞ്ഞതുപോലെ നിങ്ങളെ വൃദ്ധസദനത്തിലാക്കി നിങ്ങളുടെ മകൻ യാത്ര പറയുന്ന ഒരു ദിവസം വരില്ലേ? ആ നിങ്ങൾ വൃദ്ധസദനത്തിലായി നിങ്ങളുടെ മകൻ അച്ഛൻ്റെ പേരിൽ ഞാൻ 3 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛന് ദിവസവും രാവിലെ 4 ദോശ കിട്ടും, ഉച്ചയ്ക്ക് 2 കറി കൂട്ടി ചോറ് കിട്ടും, വൈകുന്നേരം 1 വടയും ദോശയും കിട്ടും, അല്ല 1 വടയും ചായയും കിട്ടും, രാത്രി ചിലപ്പോൾ കഞ്ഞിയായിരിക്കും.
അവര് പറഞ്ഞത് രാത്രിയും ചോറ് കൊടുക്കണമെങ്കിൽ 4 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രാത്രിയും കൂടി ചോറ് തരാൻ പാകത്തിന് ഡെപ്പോസിറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. അച്ഛൻ അറിയാമല്ലോ എൻ്റെ വിഷമം. അപ്പൊ അച്ഛൻ ചിരിക്കും. മകനെ, നിന്നെ പഠിപ്പിച്ച് വളർത്താൻ ചെലവാക്കിയ എമൗണ്ടോ അതിൻ്റെ ഇൻട്രസ്റ്റോ അച്ഛൻ എഴുതി വെച്ചില്ലല്ലോ. അച്ഛൻ എഴുതി വെച്ച് നിന്നെ കാണിച്ചില്ലല്ലോ. LKG വാങ്ങിച്ചു കൊടുത്ത ഉടുപ്പിന് 48 രൂപ, വാങ്ങിച്ചു കൊടുത്ത പുസ്തകത്തിന് 125 രൂപ, എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുമ്പോൾ വാങ്ങിച്ചു കൊടുത്ത പുസ്തകത്തിന്റെ കണക്ക് ഒന്നും പറഞ്ഞില്ല അച്ഛനും അമ്മയും. നീ 3 ലക്ഷത്തിൽ നിന്ന് 4 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് കൊടുത്ത അച്ഛൻ്റെ അവസാന ശ്വാസം വരെ. അപ്പോ സാരമില്ല മോനെ, അച്ഛൻ കഞ്ഞിയായാലെന്തും എന്തായാലെന്തും ഒരു പ്രശ്നമില്ല, ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. പിന്നെ അച്ഛൻ നല്ല മകനാണെങ്കിൽ ഒന്നുകൂടി പറയും, അച്ഛൻ ഇപ്പൊ ആരോഗ്യമുണ്ട്, രാവിലെ 3 ദോശ, കുറച്ച് കഴിയുമ്പോൾ അച്ഛൻ 2 ദോശയെ തിന്നുള്ളൂ. അതുകൊണ്ട് ആ ഇപ്പോഴത്തെ തിന്നുന്ന 1 ദോശ കുറയുമ്പോൾ ആ ദോശ കോമ്പൻസേറ്റ് ചെയ്തിട്ട് വൈകുന്നേരം കഞ്ഞിയുള്ളത് ചോറാക്കാന്ന് അവര് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചിട്ടുണ്ട്, ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന മക്കളുമുണ്ട്. കാരണം രാവിലെ 2 ദോശയെ തിന്നാൻ പറ്റുള്ളൂ എന്ന ആരോഗ്യത്തിന്റെ അവസ്ഥ എത്തുമ്പോൾ അഡീഷണൽ 1 ദോശയുടെ എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ട് വൈകുന്നേരത്തെ കഞ്ഞി വെള്ളം കളഞ്ഞ് ചോറാക്കാനുള്ള അഡീഷണൽ പോയിന്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ സമയത്ത് ആ അച്ഛൻ വലത്തെ കൈയെടുത്ത് മകന്റെ തലയിലൊന്ന് വെച്ചു എന്ന് വിചാരിക്കുക. അത് പൊട്ടിത്തെറിച്ചില്ലെങ്കിലും അകത്തെ ബ്രെയിൻ കലങ്ങാതിരിക്കില്ല. അത് ഒരു സയൻസിനും അതിന് ഉത്തരം പറയാൻ സാധിക്കില്ല. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്, ഭാര്യാഭർത്തൃബന്ധം ദൃഢമാക്കുന്നത് പോലെ നിങ്ങളുടെ അച്ഛനോടും അമ്മയോടുമുള്ള കടപ്പാട് ബന്ധം ആസ്വദിക്കാൻ, അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങൾ നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും എപ്രകാരമാണോ പെരുമാറിയത് അത് തന്നെ ആയിരിക്കും മക്കൾ നിങ്ങളോട് പെരുമാറുന്നത്. അച്ഛനെയും അമ്മയെയും, പറയാൻ പാടില്ലാത്തൊരു വരി ഞാൻ ഈ സദസ്സിൽ പറയാം, അച്ഛനെയും അമ്മയെയും കുത്തുപാള എടുപ്പിച്ചാൽ അവരുടെ മക്കള് ആ അച്ഛനെയും അമ്മയെയും കുത്താത്ത പാള എടുപ്പിക്കാതിരിക്കില്ല. എന്താ കുത്താത്ത പാള എന്ന് പറയാൻ കാരണം, കുത്തിയ പാളയുടെ കൂട്ടത്തിൽ 6% ഇൻട്രസ്റ്റ് കൂടി ചേരും. മകൻ ചെയ്ത നെഗറ്റീവിന് മകന്റെ മകൻ കോമ്പൻസേറ്റ് ചെയ്യുമ്പോൾ ആ നെഗറ്റീവിന് ഒരു ഇൻട്രസ്റ്റ് കൂടിയുണ്ട്. അതുകൂടി ചേർത്തിട്ടായിരിക്കും മകൻ അച്ഛനോട്, അച്ഛൻ്റെ അച്ഛനോട് അച്ഛൻ എങ്ങനെ പെരുമാറിയോ അതേപോലെ പെരുമാറുന്നത്. ഈ കുടുംബ ബന്ധം നല്ല രീതിയിലാക്കുക. മകനും ശ്രമിക്കണം, മരുമകളും ശ്രമിക്കണം, മകളും ശ്രമിക്കണം, മരുമകനും ശ്രമിക്കണം. സാധിക്കണം. ഭാരതീയർക്ക് അത് സാധിക്കും, കേരളീയർക്ക് അത് സാധിക്കണം. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച ഒന്നാമത്തെ പോയിന്റ്, നിങ്ങൾ എന്ന വ്യക്തി ഉയരുക, വളരുക, ജീവിച്ചിരിക്കുന്നത് പ്രയോജനപ്രദമാണെന്ന് ഉത്തമ ബോധ്യം ഉണ്ടാക്കുക. രണ്ടാമത്തെ പോയിന്റ്, നിങ്ങൾ ജീവിക്കുന്ന വീട്, കുടുംബം, ആ കുടുംബത്തില് നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ ഭർത്താവിനോട്, നിങ്ങളുടെ മക്കളോട് നന്മയുടെ സന്ദേശം അറിയിക്കാൻ വേണ്ടി ജീവിക്കുക. ചിരിച്ചുകൊണ്ട് ജീവിക്കുക. എത്ര കാലമാണോ ജീവിക്കുക എന്ന് അറിഞ്ഞുകൂടാ. 1 കപ്പ് ചായ നിങ്ങൾ കുടിക്കുന്നുണ്ടെങ്കിൽ ആ കപ്പ് ചായ സന്തോഷത്തോട് കുടിക്കുക. സന്തോഷത്തോടു കൂടി, വെറുതെ ആന വെള്ളം കുടിക്കുന്ന മാതിരി ചായ കുടിക്കരുത്. സന്തോഷിക്കുക. ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ സന്തോഷിച്ച്, അരമണിക്കൂർ വീട്ടുകാരുമായി സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട്. ജീവിതത്തിൽ സുഖമുണ്ട്, ദുഃഖമുണ്ട്, ജയമുണ്ട്, പരാജയമുണ്ട്, ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, ചൂടുണ്ട്, തണുപ്പുണ്ട്, ലാഭമുണ്ട്, നഷ്ടമുണ്ട്. ഈ ഓപ്പോസിറ്റുകളുടെ മിക്സ്ചറാണ് ജീവിതം. വീണ്ടും ഞാൻ ആ വരി ആവർത്തിക്കുന്നു, അറിഞ്ഞുകൊണ്ട് ആവർത്തിക്കുകയാണ്. ജീവിതത്തിൽ ലാഭമുണ്ട്, ചില സ്ഥലത്ത് നഷ്ടമുണ്ട്, ചില സ്ഥലത്ത് സുഖമുണ്ട്, ചില സ്ഥലത്ത് ദുഃഖമുണ്ട്, ചില സമയത്ത് ചൂടുണ്ട്, ചില സമയത്ത് തണുപ്പുണ്ട്, ചില സമയത്ത് ഉയരും, ചില സമയത്ത് താഴും, ചില സമയത്ത് നിങ്ങളെ ചിലര് സ്തുതിക്കും, ചില സമയത്ത് നിങ്ങളെ ചിലര് നിന്ദിക്കും. ഇതെല്ലാം കൂടി ചേർന്നതാണ് ജീവിതം. അതിൻ്റെ ആകത്തുകയാണ് ജീവിതം എന്നറിയുക. ആ ജീവിതം പാസ്പോർട്ടും വിസയും അടിച്ച് ഈശ്വരൻ നിങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നിരിക്കുന്നു. 1075 വർഷം ജീവിക്കാൻ, 27,500 ദിവസം, 27,500 ദിവസം ജീവിക്കാൻ. ആ ജീവിതം ചിരിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കണം. നിങ്ങൾ എത്ര കരഞ്ഞാലും അതിലാരും റിവാർഡ് ചെയ്യില്ല. എത്ര ചിരിച്ചാലും ആരും നെഗറ്റീവ് പറയില്ല. സുഖവും ദുഃഖവും
ജീവിതത്തിൽ ടെമ്പററിയാണ്. സുഖവും ദുഃഖവും ജീവിതത്തിൽ ടെമ്പററിയാണ്, പെർമനന്റ് അല്ല. വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ആ വരി ആവർത്തിക്കുന്നു. ദുഃഖം വരുമ്പോൾ തളരരുത്, ടെമ്പററിയാണ്. സുഖം വരുമ്പോൾ പരിധിക്കപ്പുറം എക്സൈറ്റഡ് ആകരുത്, അതും ടെമ്പററിയാ, എപ്പോ വേണമെങ്കിൽ തീരും. പക്ഷേ ആ ജീവിതത്തിന്റെ സന്ദേശം സ്റ്റെബിലൈസ്ഡ് വീക്ഷണത്തോടു കൂടി ജീവിക്കാൻ സാധിക്കണം. മൂന്നാമത്തെ പോയിന്റ്, സനാതന ധർമ്മം 100 കോടി ജനതയുടെ അവകാശമാണത്. ആ ധർമ്മം സത്യസന്ധമായി പഠിക്കുക, സത്യസന്ധമായി പിന്തുടരുക. ലോക ജനത ഈ ധർമ്മത്തിലേക്ക് നോക്കുന്നുണ്ട്, ഇത് സ്വീകരിക്കാൻ തയ്യാറാണ്. എവിടെ ചെന്നാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതിന്റെ മഹത്വമേറിയ വരികള് സ്വീകരിക്കാൻ തയ്യാറായി. നമ്മളുടെ നാട്ടിൽ ചെന്നാൽ എനിക്കറിയാം, ഇതിനകത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. എല്ലാവരോടും തൊഴുതുകൊണ്ട് ഒന്ന് പറയാണ്, നിങ്ങളുടെ ധർമ്മം ഒന്ന് നോക്കുക. എല്ലാവരും വയസ്സാവുമ്പോൾ വീണ്ടും ധർമ്മത്തിലേക്ക് വരുന്നു. ഈ വയസ്സാകുന്നത് വരെ എന്തിന് കാത്തിരിക്കണം? ചക്കുളത്തുകാവിലേക്ക് വയസ്സാവുമ്പോ പോവുക, പഴനിയിലേക്ക് വയസ്സാവുമ്പോ പോവുക, മലയാളപ്പുഴയിലേക്ക് വയസ്സാവുമ്പോ പോവുക, പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് വയസ്സാവുമ്പോ പോവുക. എന്തിനാ വയസ്സാവുന്നത്? നിങ്ങൾ വരും, നിങ്ങൾക്ക് വരാതിരിക്കാൻ സാധ്യത. കൊമ്പൻ നിരീശ്വരവാദിയും അവസാനം ആശ്രമത്തിൽ അഭയം കൊള്ളാതിരിക്കില്ല. ഭാരതത്തിലാ ജനിച്ചതെങ്കില് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു വരിയുണ്ട്, ജപ്പാൻകാരനെ ഇഫ് യു വാണ്ട് ടു എക്സൈറ്റ് എ ജാപ്പനീസ് ഫെല്ലോ, ജപ്പാൻകാരനെ ഉയർത്തണമെങ്കിൽ നിങ്ങൾക്ക് ദേശസ്നേഹത്തെ കുറിച്ച് അയാളോട് പറയണം. ഫ്രഞ്ചുകാരനെ ഉണർത്തണമെങ്കിൽ സൗന്ദര്യത്തെ കുറിച്ച് പറയണം. നിങ്ങൾക്ക് അമേരിക്കക്കാരനെ ഉണർത്തണമെങ്കിൽ അവരോട് സംസാരിക്കാനുള്ളത് ബിസിനസ് ടേംസിലാണ്. ഇംഗ്ലണ്ടുകാരനെ ഉണർത്തണമെങ്കിൽ നിങ്ങൾ പവർ, അധികാരത്തെ കുറിച്ച് സംസാരിക്കണം. ഇംഗ്ലണ്ടുകാരന് അധികാരം, അമേരിക്കക്കാരന് ബിസിനസ്, ജപ്പാൻകാരന് ദേശസ്നേഹം, ഫ്രഞ്ചുകാരന് സൗന്ദര്യം. ഇന്ത്യക്കാരനെ ഉണർത്തണമെങ്കിൽ ഇതൊന്നും പറഞ്ഞിട്ട് പ്രയോജനമില്ല. അവനെ ഉണർത്തണമെങ്കിൽ ആത്മീയത, സ്പിരിച്വാലിറ്റി, ഭക്തി, അതിനെക്കുറിച്ച് പറയണം. ഇന്ത്യക്കാരൻ ഉണരാതിരിക്കില്ല. ഈ സനാതന ധർമ്മം ശാസ്ത്രത്തിന്റെയും അതുപോലെ ആത്മീയതയുടെയും മിശ്രണമാണ്. 2 വരി ഓർക്കുക. There are 2 type of knowledge. 2 തരത്തിലുള്ള അറിവുകളാണ് ഉള്ളത്. സംസ്കൃതത്തിൽ പറഞ്ഞാൽ വിദ്യാം ച അവിദ്യാം ച യസ്തത് വേദ ഉഭയം സഹ. വിദ്യ പ്ലസ് അവിദ്യ, 2 തരം അറിവുണ്ട്. ഒന്ന് എക്സ്പീരിയൻസബിൾ നോളജ്, മറ്റൊന്ന് എക്സ്പെരിമെന്റബിൾ നോളജ്. നിങ്ങൾക്ക് ഈ 2 പേരുകൾ അറിയാമെങ്കിൽ ഒത്തിരി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കും. One experienceable knowledge, the other one experimentable knowledge. എന്താ എക്സ്പെരിമെന്റബിൾ നോളജ്? ചെറിയ ഉദാഹരണം, എന്റെ ശരീരം എത്രയാ, ശരീരത്തിന്റെ ടെമ്പറേച്ചർ ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസം ഒഴികെയുള്ള ദിവസത്തില് എന്റെ ടെമ്പറേച്ചർ 37.3 ഡിഗ്രി. രാഷ്ട്രീയക്കാരുടെ അല്പം വ്യത്യാസം ഉണ്ടാവും, ചിലപ്പോൾ 39 വരെയും വരും. അപ്പൊ 37.3 ഡിഗ്രിയാണ് എന്റെ ടെമ്പറേച്ചർ. 10 പ്രാവശ്യം അളക്കണമെങ്കിലും ഒരു തെർമോമീറ്റർ വെച്ച് അളക്കാൻ സാധിക്കും. എന്റെ ഹൈറ്റ് എനിക്ക് അളക്കാൻ സാധിക്കും, എന്റെ വെയിറ്റ് എനിക്ക് അളക്കാൻ സാധിക്കും, എന്റെ ശരീരത്തിനകത്തുള്ള കൊളസ്ട്രോളിന്റെ അളവ് അളക്കാൻ സാധിക്കും, അഡ്രിനാലിന്റെ അളവ് അളക്കാൻ സാധിക്കും, എല്ലാം എനിക്ക് അളക്കാൻ സാധിക്കും. അളക്കാൻ സാധിക്കാത്ത മറ്റൊന്ന് ഈ ശരീരത്തിലുണ്ട്. എനിക്ക് എൻ്റെ അമ്മയോടുള്ള സ്നേഹം, ഞാൻ എങ്ങനെ അളക്കാം? എനിക്ക് പറയാൻ പറ്റും, എനിക്ക് എൻ്റെ അമ്മയോട് ഇന്നലെ വൈകുന്നേരം 4.5 കിലോഗ്രാം സ്നേഹം ഉണ്ടായിരുന്നു, ഇന്ന് രാവിലെ 3.5 കിലോഗ്രാം ആയിട്ട് കുറഞ്ഞെന്ന് പറയാൻ പറ്റും. അമ്മയോടുള്ള സ്നേഹം അളക്കാൻ സാധ്യമല്ല. എൻ്റെ മക്കളോടുള്ള അറ്റാച്ച്മെന്റ് മെഷർമെന്റ് സാധ്യമല്ല. ഇന്നലെ വണ്ടി ഓടിച്ചു വന്നപ്പോ പെട്ടെന്ന് ഒരാൾ കുറുകെ ചാടിയപ്പോ ഞാനങ്ങ് പേടിച്ചു പോയി കേട്ടോ. അപ്പോഴാ മറ്റേ ആൾ ചോദിക്കുന്നത്, സാർ എത്ര ഡിഗ്രി പേടിച്ചു? ഭയത്തിന് ഡിഗ്രി പറയാൻ പറ്റുമോ? അളക്കാൻ പറ്റുമോ ഭയം? സാധ്യമല്ല. സുഖം, ദുഃഖം, സന്തോഷം, ആത്മസംതൃപ്തി, ആഗ്രഹം, ഇതൊന്നും അളക്കാൻ സാധ്യമല്ല. ഇത് അനുഭവിക്കാനേ സാധിക്കുള്ളൂ. 2 തരം അറിവ്, എക്സ്പീരിയൻസബിൾ നോളജ് ആൻഡ് എക്സ്പെരിമെന്റബിൾ നോളജ്. ഇൻ ഇന്ത്യ അവർ സനാതന ധർമ്മ ഈസ് എ മിക്സ്ചർ ഓഫ് ദീസ് 2. ലോകത്തിൽ ഒരു സ്ഥലത്തും അതല്ല, 2ഉം ചേർന്നതാ ഭാരതത്തിന്റെ ധർമ്മം. ആ സനാതന ധർമ്മം അത് പഠിക്കാൻ സാധിക്കണം, അറിയാൻ സാധിക്കണം. നിങ്ങൾക്ക് അറിയാൻ ആവശ്യമായ സർവ്വതും ആ സനാതന ധർമ്മത്തില്
ആചാരങ്ങൾ പഠിക്കണം. നിങ്ങൾ കുറച്ചു പേരെങ്കിലും മിനിഞ്ഞാന്നത്തെ ലെക്ചറിൽ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഒന്നും ആവർത്തിക്കുന്നില്ല. സ്വയം ചോദിക്കണം, ഉത്തരമുണ്ട്. എന്തുകൊണ്ട് ചന്ദനം തൊടുന്നു? എന്തുകൊണ്ട് ഫലത്തെ നെറുനെറ്റിയിൽ വെച്ചിട്ട് നമ്മൾ ധ്യാനിക്കുന്നു? എന്തുകൊണ്ട് തുളസി ചെവിയുടെ പുറകിൽ വെക്കുന്നു? എന്തുകൊണ്ട് സൂര്യ നമസ്കാരം ചെയ്യുന്നു? എന്തുകൊണ്ട് രാവിലെ കരാഗ്രേ വസതേ ലക്ഷ്മി പറയുന്നു? എന്തുകൊണ്ട് ഭൂമി തൊട്ട് തലയിൽ വെക്കുന്നു? എന്തുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നു? എന്തുകൊണ്ട് പുതിയ വീട്ടിൽ ഗണപതി ഹോമം നടത്തുന്നു? എന്തുകൊണ്ട് ഭാര്യയുടെ നക്ഷത്രം നോക്കി വീട്ടിൽ തറക്കല്ലിടുന്നു? പുതിയ വീടിന് തറക്കല്ലിടുന്നു. എന്തുകൊണ്ട് ഭാര്യയുടെ നക്ഷത്രം നോക്കിയിട്ട് ഈ ഗ്രഹപ്രവേശം നടത്തുന്നു? എന്തുകൊണ്ട് ഭാര്യയുടെ നക്ഷത്രം നോക്കിയിട്ട് ഒന്നാമത്തെ കട്ടില വെക്കുന്നു? ഭർത്താവാണ് പൈസ മൊത്തം ചെലവാക്കുന്നതെങ്കിലും വീടുമായി ബന്ധപ്പെട്ട സർവ്വ ചടങ്ങും ഭാര്യയുടെ നക്ഷത്രവുമായി ബന്ധപ്പെട്ടതാണ്. എന്തുകൊണ്ട് അത് ചെയ്യുന്നു? ഇതിനൊരർത്ഥമുണ്ട്. നമ്മൾ പറയാറുണ്ട്, ഗംഗേ യമുനേ ചൈവ ഗോദാവരി സരസ്വതി. എന്തിനാ? ഒരാള് തമാശന് ചോദിക്കേണ്ടായി, ഗംഗ, യമുന, സരസ്വതി, നർമ്മദ, സിന്ധു, ഗോദാവരി, കാവേരി 7 നദികളുടെ പേര് പറയുന്നുണ്ടല്ലോ സാറേ. കേരളത്തിൽ 21 നദിയുണ്ട്. എന്താ കേരളത്തിന്റെ നദിയുടെ ഒറ്റ എണ്ണത്തിന്റെ പേര് പോലും അതിന്റെ കൂട്ടത്തിൽ ചേർക്കാത്തത് എന്നൊരാൾ ചോദിച്ചു. അപ്പൊ കേരളത്തിന്റെ നദിയുടെ പേരിൽ ചേർക്കാതിരിക്കാൻ ഒരു ചെറിയ കാരണമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഒന്ന് പറയണം സാർ, കേരളത്തിന്റെ ആൾക്കാരുടെ കയ്യിലിരിപ്പ് ശരിയല്ല, അതുകൊണ്ടാണ്. അപ്പൊ ഇവിടുത്തെ നദിയും പൊള്ളിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഗോഡ്സ് ഓൺ കൺട്രി അല്ലേ ഇത്? എന്താ ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ളതിന്റെ അർത്ഥം ഞാൻ അന്ന് പറയണ്ടായില്ലേ? ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ളതിന്റെ പച്ച മലയാളത്തിലെ അർത്ഥം എന്താണ്? പുറമ്പോക്ക് അല്ലേ? കാരണം ഇത് ദൈവത്തിന്റെ രാജ്യം. നന്നാക്കേണ്ട ഒരു ബാധ്യത എനിക്കില്ല, നന്നാക്കേണ്ട ഒരു ബാധ്യത മന്ത്രിക്കില്ല, നന്നാക്കേണ്ട ഒരു ബാധ്യത പോലീസുകാരനില്ല. കാരണം ദൈവത്തിന്റെ രാജ്യം. ദൈവത്തിന്റെ രാജ്യം നന്നാക്കേണ്ടത് ആരാ? ദൈവം. പുറമ്പോക്ക്. അപ്പൊ അങ്ങേരുടെ ഉത്തരവാദിത്വമാണ് ഗോഡ്സ് ഓൺ കൺട്രി. ഐ ഹാവ് ഗോട്ട് നത്തിങ് ടു ഡു വിത്ത് ദാറ്റ് എന്ന് പറയുന്ന രീതിയിൽ. അപ്പൊ നമ്മളുടെ രാജ്യം എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ കൺസെപ്റ്റ് മനസ്സിലേക്ക് കൊണ്ടുവരാൻ ഗംഗേ ജയമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. ആചാരങ്ങൾക്ക് അർത്ഥമുണ്ട്. അശ്വത്ഥാമ ബലിവ്യാസോ മന്ത്രം ചൊല്ലുന്നു. അയോധ്യ മധുരാമായ കാശി കാഞ്ചി അവന്തിക. എന്തിനീ മന്ത്രം ചൊല്ലുന്നു? 1947 ആഗസ്റ്റ് 15 ശേഷം എഴുതിയ മന്ത്രമല്ല ഇത്. അതിനേക്കാൾ എത്രയോ മുമ്പ് എഴുതിയ മന്ത്രം. 47 ആഗസ്റ്റ് 15 ശേഷമാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, ഇന്ത്യയെ ഒന്നാക്കിയത് ഇംഗ്ലീഷുകാരാണെന്നല്ലേ പറയാ. കാലാപാനി എന്ന സിനിമ കണ്ടു കാണും നിങ്ങള്. അതിൽ മോഹൻലാലിന്റെ അടുത്ത് ഒരു മദാമ അമ്മച്ചിയോ എന്ന് പറയുന്നുണ്ട്, ഞങ്ങളാണ് നിങ്ങളെ ഒന്നാക്കിയതെന്ന്. ഞാൻ അതിനെ ഒന്ന് തിരുത്താറുണ്ട്. ഇംഗ്ലീഷുകാരാണ് ഇന്ത്യക്കാരെ ഒന്ന് ആക്കിയത്. ആക്കിയത് പലതും ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? നമ്മളെ ഒന്നാക്കിയതല്ല, ഒന്ന് ആക്കി. അപ്പോൾ അതിനു മുമ്പും ഈ മന്ത്രങ്ങൾ നമ്മൾ ചൊല്ലിയിരുന്നു. നമ്മളുടെ വീട്ടിനകത്തുള്ള കറി ഉണ്ടാക്കുന്നത് പോലും നാഷണൽ ഇന്റഗ്രേഷൻ ആണ്. ഓരോ ഐറ്റങ്ങളും ഇത് ചേർന്നതാണ്. ഒന്ന് ചിന്തിക്കാം. ഓരോ ആചാരത്തിനും അർത്ഥമുണ്ട്. ഒരു മന്ത്രം ചൊല്ലുമ്പോൾ തലച്ചോറിനകത്ത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് ഉണ്ട്. ഒരു കീർത്തനം ചൊല്ലുമ്പോൾ അർത്ഥമറിഞ്ഞാ ചൊല്ലുന്നതെങ്കിൽ സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് ഉണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ വായിൽ നിന്ന് വെള്ളം വരാതിരിക്കില്ല. സലൈവറി ഗ്ലാൻഡ് ആക്റ്റീവ് ആകുന്നു, ഡൈജസ്റ്റീവ് എൻസൈമുകൾ ആക്റ്റീവ് ആകുന്നു. വീട്ടിനകത്ത് ഗണപതി ഹോമം നടത്തുമ്പോൾ ചകിരിയിലുള്ള 1.8% സൾഫർ, ചിരട്ടയിലുള്ള ഫീനോള്, നാളികേരം കത്തുമ്പോൾ ഉണ്ടാകുന്ന പൈറസീൻസ് 3 പുറത്തേക്ക് വരുമ്പോൾ ആ വീട്ടിനകത്ത് കോളറയോ ടൈഫോയിഡോ ചിക്കൻ ബോക്സോ മട്ടൺ ബോക്സോ എന്തുണ്ടെങ്കിലും ശരി, അതിന്റെ സർവ്വവിധ രോഗാണുക്കളും ചത്തുപോകാൻ 7 സെക്കൻഡ് മതി. 7 സെക്കൻഡ്. പ്രൂവൺ ഡാറ്റയാണ്. അതിലൊരർത്ഥമുണ്ട്, സയൻസ് ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഒരു ആത്മീയതയുമുണ്ട്. ആൽമരത്തിന് എന്തിനു പ്രദക്ഷിണം വെക്കണം? ആൽമരത്തിൽ നിന്ന് വരുന്ന 30 പാർട്സ് പെർ മില്യൺ ചെറിയ അളവിലുള്ള ഓസോൺ ശ്വാസകോശത്തെ ശുദ്ധീകരിക്കും. 41 ദിവസം ഈ ആസ്മ രോഗമുള്ളവര് ആൽമരത്തിന്റെ ചുവട്ടില് ആചാരപ്രകാരം പ്രദക്ഷിണം വെച്ചാൽ. എന്താണ് ആചാരം? ആൽമരത്തിന് പ്രദക്ഷിണം വെക്കുമ്പോൾ കൈ വീശരുത്, സ്പീഡിൽ നടക്കരുത്, 8 മണിക്ക് മുമ്പ് പ്രദക്ഷിണം വെക്കണം, 7 പ്രാവശ്യം പ്രദക്ഷിണം വെക്കണം. ഇതാണ് 4 ആചാരം. കൈ വീശാതെ നടക്കണം. എന്തുകൊണ്ട്? വായുവിന് നല്ല ഇളക്കം സംഭവിക്കരുത്. ഓസോൺ വളരെ സ്ലോ ആയിട്ട് ഡിഫ്യൂസ് ചെയ്ത് താഴത്തേക്ക് വരുന്നു. 7 പ്രാവശ്യം എന്തുകൊണ്ട് പ്രദക്ഷിണം വെക്കണം? 7 പ്രാവശ്യം പ്രദക്ഷിണം വെക്കുന്ന അത്രയും സമയം ആൽമരത്തിന്റെ ചുവട്ടിൽ നിങ്ങളെ നിർത്താൻ വേണ്ടിയാണ് 7 പ്രാവശ്യം എന്ന പ്രദക്ഷിണത്തിന്റെ നമ്പർ പറഞ്ഞത്.
പതുക്കെ നടക്കണം എന്ന് പറയാൻ കാരണം എന്ത്? വളരെ ഫാസ്റ്റിൽ നടന്നു എന്ന് വിചാരിക്കാം. സെക്രട്ടേറിയറ്റിൽ മാർച്ചിന് പോകുന്നവർ കണ്ടിട്ടുണ്ടോ? തോറ്റ ചരിത്രം കേട്ടിട്ടില്ല, ജയിച്ച ചരിത്രം ഉണ്ടായിട്ടുമില്ല. നിങ്ങൾ കേട്ടുകാണില്ലേ? ആകാശത്തേക്ക് വിളിച്ചിട്ട് മുദ്ര തോറ്റ ചരിത്രം കേട്ടിട്ടില്ല, ജയിച്ച ചരിത്രം ഉണ്ടായിട്ടുമില്ല എന്ന് പറയുന്ന ആ മുദ്രാവാക്യം വിളിച്ച് നടക്കുന്ന മാതിരി അല്ല ആൽമരത്തെ പ്രദക്ഷിണം വെക്കേണ്ടത്. പതി സഞ്ചലനം. ഒരു കാലിന്റെ മുമ്പിൽ, ഒരു പാദത്തിന്റെ മുമ്പിൽ അടുത്ത പാദം, ഇത് പതുക്കെ സഞ്ചലനം ചെയ്യണമെന്ന് പറയാൻ കാരണം അത്രയും സമയം ആ ഇലയുടെ ചുവട്ടിലേക്ക് വരുന്ന ഓസോൺ ശ്വാസകോശത്തിനകത്തേക്ക് പോകുമ്പോൾ മൈൽഡ് ഡോസ്, ഓസോണിന്റെ ഡോസ് കൂടിയാൽ ഡേഞ്ചറസാ. അതുകൊണ്ട് ഡോക്ടർ ഗോപാലകൃഷ്ണൻ പണ്ട് ദുബായിലെ എംബസി ഹാളില് പ്രഭാഷണം നടത്തിയപ്പോൾ ഓസോൺ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കുപ്പിയിൽ ഓസോൺ എടുത്ത് മൂക്കിനകത്തേക്ക് കയറ്റിയാൽ കൃഷ്ണരാമ ഗോവിന്ദ അവിടെ വെച്ച് തീരും. പക്ഷെ മൈൽഡ് ഡോസ് 30 ppm എന്ന് പറഞ്ഞാൽ 30 parts per million, അത്ര മൈൽഡ് ഡോസിൽ മാത്രമാണ് ആ ഓസോൺ ആക്റ്റീവ് ആകുന്നത്. അത് ഇതിന്റെ ചുവട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ആൽമരത്തിന് പ്രദക്ഷിണം വെക്കണം. അത്ര കൃത്യമായിട്ടുള്ള അറിവ്. പച്ച സാരി, ഡീപ്പ് റെഡ്, അതുപോലെ ഡീപ്പ് ബ്ലൂ എടുത്ത് അമ്പലത്തിലേക്ക് പോകരുത്. എന്തുകൊണ്ടാണ്? ഡീപ്പ് ഗ്രീൻ, ഡീപ്പ് ബ്ലൂ, ഡീപ്പ് റെഡ് എന്തുകൊണ്ട് പോകരുത്? ശ്രീകോവിലിൽ നിന്ന് വരുന്ന എനർജി ശരീരത്തിനകത്തേക്ക് കയറില്ല, ഡിഫ്ലക്ട് ചെയ്തു പോകും. അതുകൊണ്ടാണ് ഡീപ്പ്. മൈൽഡ് ആയിട്ടുള്ള ലൈറ്റ് കളറ്, ദ ബെസ്റ്റ് ക്രീം കളറ്, ലൈറ്റ് യെല്ലോ കളറ്, ലൈറ്റ് സാഫ്രൺ കളറ്, ഇത് എല്ലാ എനർജിയും വലിച്ചെടുക്കും, നമ്മുടെ ശരീരത്തെ വലിച്ചെടുക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞത്, ശബരിമലയിലേക്ക് പോകുന്നവര് തണുപ്പായതുകൊണ്ട് ബ്ലാക്ക് ബോഡി റേഡിയേഷന് വേണ്ടി കറുത്ത വസ്ത്രം, ഗൃഹസ്ഥൻ വെളുത്ത വസ്ത്രം, സന്യാസി കാവി വസ്ത്രം, വർക്കലയിലേക്ക് തീർത്ഥാടനത്തിന് വരുന്നവര് ശ്രീകൃഷ്ണന്റെ ബുദ്ധിശക്തിയുടെയും ബുദ്ധന്റെ ത്യാഗത്തിന്റെയും ലക്ഷണമായ മഞ്ഞ വസ്ത്രം എടുത്ത് വരണം. ശ്രീകൃഷ്ണന്റെ ബുദ്ധിശക്തി, ബുദ്ധന്റെ ത്യാഗം രണ്ടിന്റെയും കോമ്പിനേഷനായ മഞ്ഞ വസ്ത്രം എടുത്ത് വരണമെന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നാരായണ ഗുരുദേവൻ പറഞ്ഞതിന്റെ സയൻസ് അറിയണമെങ്കിൽ മോസ്കോ യൂണിവേഴ്സിറ്റിയിൽ എക്സ്പെരിമെന്റ് നടത്തിയ ഡോക്ടർ കോറോട്കോവിന്റെ എക്സ്പ്ലനേഷൻ കമ്പ്യൂട്ടറിൽ അവൈലബിൾ ആയിട്ടുള്ളതൊന്ന് നോക്കിയാൽ മതി. നല്ല മനസ്സുള്ളവന്റെ ഓറ മഞ്ഞ നിറമാണ്. അമ്പലത്തിനകത്തേക്ക് കയറുമ്പോൾ നല്ല മനസ്സുമായിട്ട് കയറണം എന്ന് പറയാറുണ്ട്. നല്ല മനസ്സ്, മനസ്സമാധീയതാം സമാഹിത മനസസ്മഃ പ്രസീദന്തു ഭവന്തഃ പ്രസന്നാസ്മഃ ശാന്തിരസ്തു പുഷ്ടിരസ്തു തുഷ്ടിരസ്തു ശുഭം കർമാസ്തു കർമ്മ സമൃദ്ധിരസ്തു. ഇതിന്റെ അർത്ഥമൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഇത് വളരെ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള മനസ്സ് കൂടി പോകുമ്പോൾ ശാന്തിയും വളർച്ചയും നന്മയും സന്തോഷവും ഉണ്ടാകും. അതുണ്ടാകണമെങ്കിൽ ഓറ മഞ്ഞയായിരിക്കണം. ആ ഓറ മഞ്ഞയാകുമ്പോഴാണ് പരമാവധി എനർജി ക്ഷേത്രത്തിൽ നിന്ന് വിളിച്ചെടുക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ആ നിറം വേണം എന്ന് പറയുന്നത്. അമ്പലത്തിനകത്തേക്ക് പോകുമ്പോൾ ഷർട്ട് ഊരി വെച്ചിട്ട് വേണം പോകാൻ. എന്താ കാരണം? ഷർട്ട് ഊരി വെച്ചിട്ടാണ് തൊഴാൻ പോകുന്നതെങ്കിൽ 15 സെക്കൻഡ് സമയം തൊഴുതാൽ മതി. ഷർട്ട് ഊരാതെയാണ് പോകുന്നതെങ്കിൽ 35 സെക്കൻഡ് സമയം ശ്രീകോവിലിന്റെ മുമ്പിൽ നിൽക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ചെയ്യാം. ആചാരങ്ങൾ വയലേറ്റ് ചെയ്യുന്നൊരു തെറ്റൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. അമ്പലത്തിനകത്തേക്ക് അനുവദിക്കുമെങ്കിൽ ഷർട്ട് ഇട്ട് പോകാം. ഷർട്ട് ഇട്ടിട്ടാണ് പോകുന്നതെങ്കിൽ 35 സെക്കൻഡ് പോകണം. അപ്പൊ സ്ത്രീകൾക്കോ ഷർട്ട് ഇട്ടിട്ട് പോകാമോ? സ്ത്രീകൾക്ക് ഷർട്ട് ഇട്ടിട്ട് അല്ലാതെ പോകാൻ സാധ്യമല്ല. എന്തുകൊണ്ടാ? സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ. അതുകൊണ്ട് സ്ത്രീകൾ എന്താ ചെയ്യേണ്ടത്? ശ്രീകോവിലിന്റെ മുമ്പിൽ ചെന്നാൽ ദീപാരാധന നട തുറക്കുന്ന സമയമാണെങ്കിൽ 3 സെക്കൻഡ് നിന്നാ മതി. അതല്ലാത്ത സമയമാണെങ്കിൽ 35 സെക്കൻഡ് എങ്കിലും നിൽക്കണം. ഈ വാച്ച് തന്നെ ആലോചിച്ചോണ്ട് നിൽക്കണ്ട. പുതിയ ചെരുപ്പിട്ട് അമ്പലത്തിലേക്ക് പോകുന്നവരുടെ അവസ്ഥ അറിയാമല്ലോ. പുതിയ ചെരുപ്പിട്ട് അമ്പലത്തിലേക്ക് പോകുമ്പോൾ എന്താ അവർ ചെയ്യാം? ഈശ്വരന്റെ മുമ്പിൽ നിന്നിട്ട് എന്റെ ചെരുപ്പ് ആരെങ്കിലും പൊക്കിക്കൊണ്ടുപോകും. പ്രാർത്ഥന മൊത്തം ചെരുപ്പാണ്. മനസ്സ് ഏകാഗ്രം, മനസ്സ് ഏകാഗ്രമാണ്. ഏതിലേക്ക്? ചെരുപ്പിലേക്ക്. നിൽക്കുന്നത് അമ്പലത്തിന്റെ മുമ്പിൽ. അപ്പൊ അതുകൊണ്ട് ശ്രീകോവിലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ 35 സെക്കൻഡ് സാധാരണ സമയം. അല്ലാത്ത സമയത്ത് ഷർട്ട് ഇടാതെയാണെങ്കിൽ 15 സെക്കൻഡ്. ഇതിനൊരു സയൻസ് ഉണ്ട്. അതായത് മിയർ സ്പിരിച്വാലിറ്റി അല്ല, വെറും തോന്നലല്ല. അമ്പലത്തിനകത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ഗ്യാസ് ഡിസ്ചാർജ് വിഷ്വലൈസേഷൻ ഫോട്ടോഗ്രാഫി എന്നൊരു എക്യുപ്മെന്റ് ഉണ്ട്. 6 ലക്ഷം രൂപ വില. അതിലൊരു ഇലക്ട്രോഡ് ഉണ്ട്. ആ ഇലക്ട്രോഡിൽ തള്ളവരിൽ പ്രസ് ചെയ്തിട്ട് അമ്പലത്തിനകത്തേക്ക് കയറുക. 3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് നല്ല മനസ്സോടുകൂടി. പാര വെക്കുന്ന ആരുടെയെങ്കിലും കൂട്ടത്തിൽ നടന്നാൽ നിങ്ങളുടെ എനർജി മൊത്തം പോകും.
കാരണം അയാൾ നെഗറ്റീവാ. നിങ്ങൾ അയാളുമായിട്ട് കൈകോർത്ത് പിടിച്ചാൽ പോകുന്നതെങ്കിൽ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഒരിക്കലും കൈകോർത്ത് പിടിച്ച് നടക്കരുത്. അയാൾക്ക് ചിലപ്പോൾ നെഗറ്റീവ് എനർജി ആയിരിക്കും, നിങ്ങളുടെ പോസിറ്റീവ് മൊത്തം അയാൾക്ക് പോകും. അതുകൊണ്ട് ഒരാളുടെ കൈകോർത്ത്, ഭാര്യയുടെ ഭർത്താവിന്റെ കൈകോർത്ത് പിടിച്ചു പോകാം. കാരണം നെഗറ്റീവ് ഉണ്ടെങ്കിലും പോസിറ്റീവ് ഉണ്ടെങ്കിലും രണ്ടുപേരുടെ തലയിലെടുത്ത് തന്നെത്താൻ അനുഭവിച്ചോളാം. ബാക്കിയുള്ളവരുടെ നമ്മൾ എന്തിനെടുക്കാൻ പോകുന്നത്? അതുകൊണ്ട് നല്ല രീതി പറ്റുമെങ്കിൽ വേറെ ഒരു കാര്യവും കൂടി ചെയ്യാം. പുറത്താരോടും പറയരുത്, സ്വകാര്യമായിട്ട് നിങ്ങളോട് മാത്രം. എല്ലാവരെയും 6 അടി അപ്പുറത്ത് നിർത്താം. 6 അടി അപ്പുറത്ത്, അതിനേക്കാൾ കൂടുതൽ അടുത്തേക്ക് വരുത്താതിരിക്കുക. എന്താ കാരണം? അയാളുടെ പൊക്കം 5.5 അടിയല്ലേ, അയാൾ വീണാലും നമ്മുടെ മേത്ത് വീഴണ്ട. 6 അടി അപ്പുറത്ത്. ഞാൻ 2 അർത്ഥത്തിലുമാണ് പറഞ്ഞത്. ഒരു പരിധി വരെയുള്ള ബന്ധം പരിധിക്കപ്പുറം ബന്ധമായാൽ പലപ്പോഴും കരയേണ്ടി വരും. അതുകൊണ്ട് ബന്ധങ്ങള് ഒരു പ്രത്യേക രീതിയിൽ ഞാൻ അല്പം ഒരു ശിഖരത്തിലേക്ക് പോയി തിരിച്ചു വരാം. അതായത് അമ്പലത്തിനകത്തേക്ക് പോകുമ്പോൾ വളരെ നെഗറ്റീവ് ഉണ്ട് എന്നറിയാവുന്ന വ്യക്തിയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കരുത്. കാരണം എൻ്റെ ഇൻഫ്ലുവൻസ്, ഞാനിപ്പോൾ ഇവിടെ നിൽക്കാം, എൻ്റെ ഇൻഫ്ലുവൻസ് എൻ്റെ അടുത്ത് 26 അടിക്കകത്ത് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ബാധിക്കും. 26 ഫീറ്റ് ഞാനിവിടെ നിൽക്കുന്നു, ഒരാൾ ഇവിടെ നിൽക്കുന്നുവെങ്കിൽ അയാൾ 26 അടിക്കുള്ളിലാണ്, അയാളെ ബാധിക്കും. അതുകൊണ്ട് ഇതിന് പറയുന്നൊരു പേരുണ്ട്, ബട്ടർഫ്ലൈ ഇഫക്റ്റ്. പിന്നീട് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഇഫക്റ്റ് നെഗറ്റീവ് ആയിട്ടുള്ള വ്യക്തിയുടെ കൂട്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ കഴിയുന്നതും പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ അടുത്ത് നിൽക്കാതിരിക്കുക. അവരുണ്ടെങ്കിൽ തൊഴിലിട്ട് പൊക്കോട്ടെ എന്ന് വിചാരിക്കുക. നമുക്ക് അറിഞ്ഞൂടെ മനസ്സിൽ എന്തൊക്കെയാ ഓരോ ആർട്ടിസ്റ്റിന്റെ എന്നുള്ളത്. അപ്പൊ അദ്ദേഹം അവിടെ പ്രദക്ഷിണം വെക്കുമ്പോൾ ഒരു ഉദ്ദേശം അളക്കാം, എത്ര അടിയുണ്ട് തൊഴിൽ. സത്യമാണ്. കാരണം മനസ്സിൽ നെഗറ്റീവ് അത്രയും അധികം പലർക്കുമുണ്ട്. അവരുടെ ദൃഷ്ടിയിൽ അത് നെഗറ്റീവ് ആവണമെന്നില്ല, അതിനൊരു സയൻസ് ഉണ്ട്. അപ്പൊ അമ്പലത്തിനകത്ത് നല്ല മനസ്സോടുകൂടി കയറി 3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് ഈ 15 അല്ലെങ്കിൽ 35 സെക്കൻഡ് നിന്ന് തീർത്ഥവും പ്രസാദവും സ്വീകരിച്ച് പുറത്തേക്ക് വന്ന് നേരെ ആ ഇലക്ട്രോഡില് 1 പ്രാവശ്യം കൂടി ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. അമ്പലത്തിനകത്ത് കയറുന്നതിന് മുമ്പ് നിങ്ങളുടെ ഓറ 6 ഇഞ്ച് ആയിരുന്നു എങ്കിൽ തിരിച്ചു വരുന്ന സമയത്ത് 2.5 അടി ഓറ നിങ്ങളുടെ കൂടിയിരിക്കുന്നത് മെഷർ ചെയ്യാൻ സാധിക്കും, അളക്കാൻ സാധിക്കും. പ്യുവർലി അൾട്രാ മോഡേൺ ഫിസിക്സിന്റെ സഹായത്താൽ അമ്പലത്തിലേക്ക് പോയതിന്റെ എനർജി മെഷർ ചെയ്യാൻ സാധിക്കും പോസിറ്റീവ്ലി. അതിന്റെ പുറകിൽ ഒരു സയൻസ് ഉണ്ട്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച വിഷയം മറന്നു പോകരുത്. 1 വ്യക്തിപരമായ ഉയർച്ച, 2 കുടുംബ ബന്ധം, ഭാര്യാഭർത്തൃ ബന്ധം, മാതൃപിതൃപുത്ര ബന്ധം, 3ാമത്തേത് സനാതന ധർമ്മത്തിൻ്റെതായിട്ടുള്ള കർത്തവ്യം അത്യുജ്വലമായി ചെയ്യുക, ശാസ്ത്രീയമായി പഠിക്കുക, എവ്രിതിങ് അതിനാവശ്യമായിട്ടുള്ള എല്ലാ അറിവുകളും എത്തിക്കാം. ലാസ്റ്റ് പോയിന്റ് നമ്മുടെ രാഷ്ട്രം. അതും ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞു. ഭാരതീയ പൈതൃകം എന്ന് പറയുന്നത് അസാധാരണമായ പൈതൃകമാണ്. ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്തുള്ള അറിവിന്റെ കൂമ്പാരം ഉള്ള ഒരു രാഷ്ട്രമാണത്. ഭാരതത്തിലെ ഗണിതശാസ്ത്രത്തിന്റെ പൈതൃകം, മാത്തമാറ്റിക്കൽ ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ, ഇന്നും അറിയാത്തൊരു പൈതൃകം. മലയാളത്തിൽ സംസാരിക്കുന്നത് കൊണ്ട് നിങ്ങളോട് പറയാണ്. തിരൂര്, മലപ്പുറം ജില്ലയിലെ തിരൂരിൽ ജീവിച്ചിരുന്ന ശങ്കരവർമ്മൻ എഴുതിയ പുസ്തകം ആലത്തിയൂര് എന്ന് പറയാറുണ്ട്. ആലത്തൂര് പുതുമന സോമയാജി എഴുതിയിരിക്കുന്ന തീരം പാലക്കാട് ജില്ലയിലെ ആലത്തൂര് ഇരിങ്ങാലക്കുട, പണ്ടത്തതിന്റെ പേര് സംഗമഗ്രാമം എന്നായിരുന്നു. ആ ഇരിങ്ങാലക്കുടയിൽ ജീവിച്ചിരുന്ന സംഗമഗ്രാമ മാധവാചാര്യർ എഴുതിയ പുസ്തകം, കുണ്ടറയില് കൊല്ലത്ത് ജീവിച്ചിരുന്ന ശങ്കരനാരായണൻ എഴുതിയിരിക്കുന്ന പുസ്തകം, എറണാകുളത്ത് ജീവിച്ചിരുന്ന ഏറനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന അച്യുത പിഷാരടി എഴുതിയിരിക്കുന്ന പുസ്തകങ്ങള്, ഇതെല്ലാം ഇന്നും അവൈലബിളാണ്. 600, 700, 800 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയിരിക്കുന്നത്. ലോകത്തിൽ ആദ്യമായിട്ട് സൈൻ, കൊസൈൻ, ടാൻജന്റ്, സീക്കന്റ്, കൊസീക്കന്റ്, കോടാൻജന്റ് നിങ്ങൾ കേട്ട് കാണും ചിലരെങ്കിലും. സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ കേട്ട് കാണും. വേറൊരു തീറ്റയും കൂടിയുണ്ട്. അതേതാണ്? ലാലു പ്രസാദ് യാദവിന്റെ കാലിത്തീറ്റ. ഏതായാലും ഈ സൈനും കൊസൈനും ടാൻജന്റും സീക്കന്റും കൊസീക്കന്റും ഉപയോഗിച്ച് തിയറം ഉണ്ടാക്കിയ ആദ്യത്തെ വ്യക്തി പാലക്കാടുകാരനായ മുതുമന സോമയാജിയാണ്. ലോകത്തിൽ ആർക്കും അത് അറിഞ്ഞൂടാ. അത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. വി ഹാവ് ബ്രോട്ട് ഔട്ട് ദ ഹോൾ തിങ്. എന്താ മാത്തമാറ്റിക്സിന്റെ ഭൂമി കറങ്ങുന്നു എന്ന് കണ്ടുപിടിച്ചത് ആര്? മറ്റന്നാൾ ഒരു ലെക്ചർ കൂടിയുണ്ട്. ശുദ്ധ ശാസ്ത്ര പൈതൃകം ഇംഗ്ലീഷില്. എത്ര ബോറടിച്ചാലും നിങ്ങൾക്ക് കണ്ണുമടച്ച 1.5 മണിക്കൂർ
ഭാരതീയരെ ഡെവലപ്പ് ചെയ്ത സയന്റിഫിക് കൺസെപ്റ്റ് സാൻസ്ക്രിറ്റ് ശ്ലോകങ്ങൾ മാത്രം ഉപയോഗിച്ച് അന്ന് വിവരിക്കുന്നുണ്ടാവും. അന്ന് നിങ്ങൾക്ക് ബോറടിക്കും. പറ്റുമെങ്കിൽ കട്ടൻ കാപ്പി പുറത്തുനിന്ന് കുടിച്ചിട്ട് അകത്തേക്ക് വരും. അടുത്തുനിന്ന് കുടിക്കരുതെന്ന് തോന്നുന്നു. ഏതായാലും അത്രയും അധികം ശാസ്ത്രീയമായ അറിവുണ്ട്, സോളിഡ് അറിവ്. എത്രയാ വിവരിക്കാം. മാത്തമാറ്റിക്സിൽ, എസ്ട്രോണമിയിൽ ഭൂമി കറങ്ങുന്നു എന്ന് കണ്ടുപിടിച്ചത് കെപ്ലറും അല്ല, കോപ്പർനിക്കസും അല്ല, സിൽവർനിക്കസും അല്ല, നമ്മുടെ നാട്ടുകാരാ കണ്ടുപിടിച്ചത്. പ്രാണേന ഇതി കലാം ഭൂഹു ഭ്രമയതി, ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചത്, ഭൂമിയുടെ ചെരിവ് കണ്ടുപിടിച്ചത്, ആകർഷണ ശക്തി കണ്ടുപിടിച്ചത്. ഇത് അസ്ട്രോണമിയില് രക്തചംക്രമണം കണ്ടുപിടിച്ചത്, മനസ്സിന്റെ സ്വാധീനം കണ്ടുപിടിച്ചത്, എന്തെല്ലാമാ നമ്മൾ കണ്ടുപിടിച്ചത്. എണ്ണി ഇതെല്ലാം പറയാൻ സാധിക്കും. കാസർഗോഡ് ഗവൺമെന്റ് കോളേജില് ഇതെല്ലാം ഇന്ത്യക്കാരാ കണ്ടുപിടിച്ചതെന്ന് അറിഞ്ഞപ്പോൾ അവിടുത്തെ 2 അധ്യാപകര് അസാധാരണമാം വിധം എതിർത്തു, അതിശക്തമായിട്ട്. ഇത് സാറ് ദിവാസ്വപ്നം കാണുകയാണ്, ഇതൊക്കെ നമ്മളാ കണ്ടുപിടിച്ചതെന്ന് അംഗീകരിക്കാൻ സാധ്യമല്ല പറഞ്ഞു. നമ്മൾ ഏത് സദസ്സിൽ വെച്ച് വേണമെങ്കിലും നിങ്ങൾ വെല്ലുവിളിക്കാം, ഒരു വിഷമവും ഇല്ല. അത് എന്നെ അറിയിച്ചിട്ടൊന്നും വേണ്ട. ഏതാ ഡേറ്റ്, ആരാ എഴുതിയത്, ഏത് പുസ്തകത്തിലാണ്, എത്രാമത്തെ ചാപ്റ്ററാണ്, എത്രാമത്തെ വരിയാണെന്ന് എനിക്ക് പറയാൻ സാധിച്ചില്ലെങ്കിൽ അന്ന് ഈ പ്രഭാഷണം ഞാൻ മതിയാക്കാം എന്ന് അവരോട് പറഞ്ഞു. മറിച്ച് ഇതേ തിയറങ്ങൾ ഡെവലപ്പ് ചെയ്തത് വലിയ ഷീറ്റിൽ ന്യൂസ് പേപ്പർ മാതിരി പ്രിന്റ് ചെയ്ത് 20 കോപ്പി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ സർക്കുലേറ്റ് ചെയ്തു, ഓക്സ്ഫോർഡിലും സർക്കുലേറ്റ് ചെയ്തു. പേഴ്സണലി നേരിട്ട് ഞാൻ പോസ്റ്റിൽ അയച്ചതല്ല, ഹാർവാർഡിൽ സർക്കുലേറ്റ് ചെയ്തു. 17 മറ്റ് അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലും 7 കനേഡിയൻ യൂണിവേഴ്സിറ്റികളിലും 8 UK യൂണിവേഴ്സിറ്റികളിലും പേഴ്സണൽ യൂണിവേഴ്സിറ്റി ഓഫ് റെഡിംഗ് യൂണിവേഴ്സിറ്റി, ഹീത്രൂയിലുള്ള യൂണിവേഴ്സിറ്റികളിലും അങ്ങനെ എല്ലാത്തിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഒരൊറ്റ രാജ്യത്തിലും ഒരൊറ്റ പ്രൊഫസറും പറഞ്ഞില്ല നിങ്ങൾ ഇത് എഴുതിയിരിക്കുന്നത് തെറ്റാണെന്ന്. We appreciate your endeavor. We know that Indians have discovered so much. We know that we did not recognize it, but you have brought out all this information with proof. That is what we want. Proof വേണം. എത്ര രസകരമായിട്ട് വിദേശികൾ അത് സ്വീകരിച്ചു. അവരത് അവരുടെ സിലബസിൽ ചേർക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. എനിക്ക് അത്ഭുതം തോന്നി. വികസിത രാഷ്ട്രങ്ങൾ നമ്മളുടെ മാത്തമാറ്റിക്സിന്റെയും മെറ്റലർജിയുടെയും പൈതൃകം അതേപോലെ സിലബസിൽ ചേർക്കുന്നു. ഇന്ന് കുറച്ചു മുമ്പ് ഒരു വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ക്ലാസ് എടുത്തു. ഒരു കുട്ടി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, സർ, കെനിയയിലെ സനാതന ധർമ്മത്തെ കുറിച്ച് സിലബസിൽ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം എത്ര ഉജ്ജ്വലമായിട്ടാണ് ഡിസൈൻ ചെയ്തത്. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ടൊറന്റോ യൂണിവേഴ്സിറ്റിയിൽ ചെന്നപ്പോൾ 17 പ്രൊഫസർമാരാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹിന്ദുയിസം കൈകാര്യം ചെയ്യുന്നത്. ഈശ്വരാനുഗ്രഹം കൊണ്ട് 17 പ്രൊഫസർമാരിൽ ഒരാളും ഇന്ത്യക്കാരനില്ല. അത് വലിയൊരു ഭാഗ്യം തോന്നുന്നു. അവിടത്തുകാരാണ് സനാതന ധർമ്മത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത്. വെറുതെ അവിടെ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ചോദിച്ചു, എത്ര പേരുണ്ട്? സർ, ഫോർമർലി ഓൺലി 30-40 സ്റ്റുഡൻസ് were there. Now it is about 400-500 students. We cannot cope up with this one. Our department is small. Where to take class? അത്രയും കൊണ്ടാണ് 17 സ്റ്റുഡൻസ്. അതുപോലെ ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിന് ക്ലാസ് എടുത്തു. വെറുതെ അത് എൻ്റെ ജീവിതത്തിൽ ആ ക്ലാസ് ആദ്യത്തെ അനുഭവമാണ്. പല ക്ലാസ്സും എടുത്തിട്ടുണ്ട്. ഈ പ്രൊഫസർ എന്നെ വിളിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എൻ്റെ സബ്ജക്റ്റ് എന്താ പറഞ്ഞിട്ടില്ല, ഏത് ക്ലാസ്സാണ് എടുക്കേണ്ടതെന്ന്. ഇവിടെ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് എനിക്ക് അറിയാം എന്താ വേണ്ടതെന്ന്. He is Dr. Gopal from India, a scholar of that and scholar of this, and now he will be taking a class. അപ്പോഴും എനിക്ക് അറിഞ്ഞൂടാ എന്താണ് ക്ലാസ് മുറിയില്ല. He will be taking a class on death and dying. മരിക്കുന്നതിനെ കുറിച്ചും ചാവുന്നതിനെ കുറിച്ചും ഞാൻ ക്ലാസ് എടുത്തു. ജീവിതത്തിൽ ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു ക്ലാസ് എടുത്തിട്ടില്ല. ജീവിക്കുന്നതിനെ കുറിച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ, മരിക്കുന്നതിനെ കുറിച്ച് ഞാൻ ക്ലാസ് എടുത്തിട്ടില്ല. ഡെത്ത് ആൻഡ് ഡൈയിങ്. ഒരു സെക്കൻഡ് അറിയാതെ കണ്ണടച്ച് നിന്നുപോയി. ഈ 1 മണിക്കൂർ ഈ 95 കുട്ടികൾക്ക് ഞാൻ എന്തോന്നാ ഡെത്ത് ആൻഡ് ഡൈയിങ്ങിനെ കുറിച്ച് പറയുന്നത്? മരിക്കുന്നതിനെ കുറിച്ചും ചാവുന്നതിനെ കുറിച്ചും രണ്ടാണെന്ന് എനിക്കറിയാം. എന്നാൽ എങ്ങനെ ക്ലാസ് എടുക്കുക? പെട്ടെന്ന് 16 ഷോഡശ ക്രിയകളില് അന്ത്യേഷ്ടി എന്നൊരു കർമ്മമുണ്ട്. അവസാനത്തെ ഇഷ്ടി, അതായത് മരിക്കുന്ന സമയത്ത് ചെയ്യേണ്ടത്, മരിച്ചാൽ ചെയ്യേണ്ടത്, മരിച്ചു കഴിഞ്ഞ് ചെയ്യേണ്ടത്, ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ചെയ്യേണ്ടത്, ശ്മശാനത്തിൽ വെച്ച് ചെയ്യേണ്ടത്, ആ വിറക് കൂട്ടുന്ന രീതി, അതിൻ്റെ മുകളിൽ കിടത്തുന്ന രീതി, തീ കത്തിക്കേണ്ട രീതി, മൊത്തം കഴിഞ്ഞപ്പോൾ കുറേ അധികം കിട്ടി. ഏതായാലും അത് മുഴുവൻ 1 മണിക്കൂർ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ ഒരല്പം ഭയം ഉണ്ടായിരുന്നേ.
കാരണം വിദ്യാർത്ഥികളുടെ ഇരിപ്പ് ഇവിടുത്തെ മാതിരിയുള്ള ഇരിപ്പൊന്നും അല്ലേ, അവരവരുടെ രീതിയിലായിരിക്കുന്നത്. ചിലപ്പോൾ ഒരാളുടെ കാല് മറ്റേ ആളുടെ തോളത്തായിരിക്കും, ചിലപ്പോൾ ഇയാളിരിക്കുന്നത് സിഗരറ്റും വലിച്ചുകൊണ്ടായിരിക്കും. അതിനൊക്കെ പെർമിഷൻ അവർക്കുണ്ട്, നമുക്ക് പരിചയമില്ല. ഏതായാലും സൈലന്റ് ആയിട്ട് അവർ മുഴുവൻ കേട്ടു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനവർക്ക് പറഞ്ഞു, ഇഫ് യു ഹാവ് ഗോട്ട് എനി ഡൗട്ട് ടു ആസ്ക് യു ക്യാൻ ആസ്ക്. എല്ലാവരും എഴുന്നേറ്റ്, പലരും എഴുന്നേറ്റ് ചോദിച്ചു, സർ ഐ ഹാവ് ഗോട്ട് 1 ഡൗട്ട്. എല്ലാവരും കൈ ഉയർത്തി. ഐ വാണ്ട് ടു ബിക്കം ഹിന്ദു, വാട്ട് ഈസ് ദ പ്രൊസീജിയർ? വേറെ ഒന്നും ചോദിച്ചില്ല. ഞാൻ ഒരു ധർമ്മത്തിൽ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് പ്രൊസീജിയർ? എനിക്ക് അത്ഭുതം തോന്നി. വെറും 1 മണിക്കൂർ ചാവുന്നതിനെ കുറിച്ചും മരിക്കുന്നതിനെ കുറിച്ചും കേട്ടപ്പോ ജീവിക്കുന്നതിനെ കുറിച്ച് അവർ കേട്ടില്ല. എന്നിട്ടാണ് അവർ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു. അടുത്ത ക്ലാസ് പ്രൊഫസർ പറഞ്ഞു, ഇൻ മൈ ഹോൾ ലൈഫ് ഐ ഹാവ് നെവർ ടേക്കൺ 32 pages നോട്ട്സ് ഫ്രം 1 ക്ലാസ്. 32 പേജ് നോട്ടുകൾ ഞാൻ എഴുതിയെടുത്തിട്ടില്ല. സോ യു ഷുഡ് ടേക്ക് മൈ നെക്സ്റ്റ് ക്ലാസ് ആൾസോ. അടുത്ത ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലാസ് എടുക്കണം. അവിടെ ചെന്നു. അവിടെ പിള്ളേരിരുന്ന് അവരോട് ചോദിച്ചു, എന്താണ് എടുക്കേണ്ടത്? വി വാണ്ട് ടു നോ അബൌട്ട് മന്ത്ര. മന്ത്ര വെച്ചറിയാൻ മന്ത്രം. അവര് മന്ത്ര പറയുമ്പോൾ സ്പെല്ലിംഗ് അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ മലയാളത്തിൽ ഇംഗ്ലീഷ് ഉപയോഗിച്ചാലുള്ള പ്രത്യേകത അറിയാമല്ലോ. കൊല്ലം എന്നെഴുതാൻ KOLLAM, കൊള്ളാം എന്നെഴുതി KOLLAM, കൊല്ലാം എന്നെഴുതിന് KOLLAM. എല്ലാത്തിനും ഒറ്റ വാക്കേ ഉള്ളൂ. കൊല്ലാം എന്നുള്ളതിന്, കൊള്ളാം എന്നുള്ളതിന്, കൊല്ലം എന്നുള്ളതിന് ഒറ്റ വാക്കേ ഇംഗ്ലീഷിൽ. ഇവിടെ മന്ത്ര വേണമെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ ഈ കസേരയിൽ ഇരുന്ന് മന്ത്രം ചൊല്ലിയാൽ ശരിയാവില്ല. നിങ്ങൾക്ക് നിലത്തിരിക്കാനും പറ്റില്ല. കാരണം ടൈറ്റ് പാൻറ്റാ, നിലത്തിരുന്ന ഒരു സൗണ്ട് കേൾക്കും. ടൈറ്റ് പാൻറ്റാണേ, ഒരു സൗണ്ടേ കേൾക്കുള്ളൂ. അതും സാരമില്ല, ഒരു പ്രശ്നമില്ല. അവരെല്ലാം നിലത്തിരുന്നിട്ട് ഗായത്രി മന്ത്രം ചൊല്ലിച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും, സർ ഐ ആം ഗെറ്റിംഗ് വൈബ്രേഷൻ ഹിയർ, ഐ ആം ഗെറ്റിംഗ് ഗുഡ് വൈബ്രേഷൻ ഹിയർ, ഐ ഹാവ് നെവർ എക്സ്പീരിയൻസ് ലൈക്ക് ദിസ്, സോ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. സോ വി വാണ്ട് ടു ബിക്കം ഹിന്ദുസ്. ഞങ്ങൾക്കും ഹിന്ദുവാണ്. എത്രയാ വ്യത്യാസം! ആ രാഷ്ട്രത്തിന്റെ, ഭാരതം എന്ന രാഷ്ട്രത്തിന്റെ പവിത്രത, സ്പിരിച്വൽ സയൻസ്, സയന്റിഫിക് നോളജ്. ചിലപ്പോ പറയാറുണ്ട്, ഡൽഹിയിലെ അയൺ പില്ലർ, നിങ്ങൾക്കറിയാം, ഫോർജ് വെൽഡിംഗ് ടെക്നിക്ക് കൊണ്ട് ഉണ്ടാക്കിയ അയൺ പില്ലർ, 1850 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടാക്കിയ ആ അയൺ പില്ലർ ഇന്നും തുരുമ്പ് പിടിച്ചിട്ടില്ല. പാർലമെന്റ് അടുത്തുണ്ടായിട്ടും തുരുമ്പ് പിടിച്ചിട്ടില്ല. ഒരു പ്രത്യേകതയാല് എന്തുകൊണ്ടാണ് തുരുമ്പ് പിടിക്കാത്തത്? അതിലൊരു കോട്ടിംഗ് ഉണ്ട്. ആ ടെക്നോളജി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അജന്ത ഗുഹകൾ നിർമ്മിച്ച ടെക്നോളജി. തക്ഷശിലയിലെ യൂണിവേഴ്സിറ്റി 62,000 വിദ്യാർത്ഥികളെ എൻട്രൻസ് എക്സാമിനേഷനിലൂടെ തെരഞ്ഞെടുത്ത് 780 അധ്യാപകര് 65 സബ്ജക്റ്റിൽ പഠിപ്പിച്ചിരുന്ന നളന്തയും തക്ഷശിലയും വിലസിയിരുന്ന ഒരു രാഷ്ട്രം. ആ നാട്ടിലില്ലാത്തത് എന്താ? വീണ്ടും ഞാൻ ഇതിലെ ലാസ്റ്റ് ഭാഗം ഒരിക്കൽ കൂടി ആവർത്തിക്കും. മറ്റന്നാളത്തെ സയന്റിഫിക് ഹെറിറ്റേജില് തിരുവണ്ണാമലയിലെ 13 നിലകളുള്ള ഗോപുരം, അതിൽ ക്രാക്ക് വീണിട്ടില്ല. 800 വർഷമായി ക്രാക്ക് വീണിട്ടില്ല. നിങ്ങൾ ചെരിഞ്ഞിരിക്കുന്ന പിസാ ഗോപുരം നിങ്ങൾ കേട്ട് കാണും. ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ്. ലോകത്തില് എത്ര അത്ഭുതമാണുള്ളത്? 9 മഹാത്ഭുതങ്ങളാണുള്ളത്. അതിൽ 7 എണ്ണം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 7 മഹാത്ഭുതം ഏതൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. 8ാമത്തെ മഹാത്ഭുതം എന്താണ്? സംസ്കൃതം പഠിപ്പിക്കുന്ന എറണാകുളത്തെ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയില് സംസ്കൃതത്തിന്റെ അക്ഷരം അറിയാത്ത വൈസ് ചാൻസലർ ആണ് ഉള്ളത് എന്നുള്ളത് 8ാമത്തെ മഹാത്ഭുതം. 9ാമത്തെ മഹാത്ഭുതം ചെരിഞ്ഞിരിക്കുന്ന പിശാഗോപുരം മഹാത്ഭുതമായത് 9ാമത്തേത്. അതെങ്ങാനും ഇന്ത്യയിലാണ് ഉണ്ടാക്കിയിരുന്നത്, അത് ഇന്ത്യക്കാർ ഉണ്ടാക്കിയപ്പോ ചെരിഞ്ഞിരുന്നു എങ്കിൽ അവർ പറയുന്നത് യൂസ്ലെസ് ഇന്ത്യൻസ്. പിശാഗോപുരം ഉണ്ടാക്കിയപ്പോ ചെരിഞ്ഞു, അവരുണ്ടാക്കിയപ്പോ ചെരിഞ്ഞത് കൊണ്ട് അത് ലോകാത്ഭുതമായി. നമുക്ക് ചെരിക്കാൻ വല്ല വിഷമമുണ്ടോ? കേരളത്തിലെ PWD എഞ്ചിനീയറെ കൊണ്ടൊരു വീട് ഉണ്ടാക്കാം, ഓട്ടോമാറ്റിക്കലി അത് ചെരിഞ്ഞോളൂ. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക്കലി അത് ചെരിഞ്ഞോളൂ. നമുക്കിത് അറിയാത്തതാ. എത്ര വീടുകൾ അവിടെ ചെരിഞ്ഞിരിക്കുന്നത്. എറണാകുളത്തെ ബസ് സ്റ്റാൻഡിൽ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് പടിഞ്ഞാട്ട് നോക്കുക, ഓരോ വീടും മറ്റേ വീടാ താങ്ങി നിർത്തുന്നത്. ഇത് ഇങ്ങോട്ട് ചെരിഞ്ഞു, ഇത് ഇങ്ങോട്ട് ചെരിഞ്ഞു. സിവിൽ എഞ്ചിനീയറിംഗിന്റെ മാർവല്ല. ഇത് ഇങ്ങോട്ട് ചെരിഞ്ഞു, രണ്ടും അങ്ങോട്ട് ചെരിഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമല്ലേ? ഇത് ഇങ്ങോട്ട് ചെരിഞ്ഞപ്പോ ഇതിലേക്ക് വീണു, ഇത് ഇങ്ങോട്ട് ചെരിഞ്ഞപ്പോ രണ്ടുപേരും കൂടി സുഖമായിട്ട് ട്വിൻസിനെ പോലെ ജീവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മരടിന്റെ അപ്പുറത്തേക്ക് കുമ്പളത്തേക്ക് പോയാൽ അവിടെ കാണാം 7 നിലയുള്ള കെട്ടിടം. ഇപ്പുറത്തുള്ള ഗൾഫാർ ബിൽഡിങ്ങിലേക്ക് നോക്കി ചെരിഞ്ഞിരിക്കുന്നു. എനിക്ക് വയസ്സായി എന്ന് പറഞ്ഞു. പുതിയതാ, ഈശ്വരാനുഗ്രഹം കൊണ്ട് ആരും അവിടെ താമസിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ നമുക്ക് പറ്റാതെ. ഇന്ത്യക്കാരുണ്ടാക്കിയപ്പോ യൂസ്ലെസ് ഫെലോസ്, ദേ ഡോണ്ട് നോ സിവിൽ എഞ്ചിനീയറിംഗ്. അവരുണ്ടാക്കിയപ്പോ ഇറ്റ് ഈസ് എ മാർവൽ ഇൻ ദ വേൾഡ്. 9 മഹാത്ഭുതം. അതിൽ 9ാമത്തെ നമുക്ക് സാധിക്കും, 8ാമത്തെ നമുക്ക് മാത്രമേ സാധിക്കുള്ളൂ. 8ാമത്തേത്
നമുക്ക് മാത്രമേ സാധിക്കുള്ളൂ. സംസ്കൃത സർവകലാശാലയില് സംസ്കൃതത്തിന്റെ അക്ഷരം അറിയാൻ പാടില്ലാത്ത ഗ്രേറ്റ് ഹെവൻ ഇരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ തിരിച്ച് ഞാൻ വീണ്ടും വന്നാൽ ആ ഡൽഹിയിലെ അയേൺ പില്ലർ, ഈ നളന്ദ, ഈ അജന്ത കേവ്സ്, അതുപോലെ തന്നെ എല്ലോറ കേവ്സ്, എലിഫന്റ കേവ്സ്, തിരുവണ്ണാമലയിലെ ക്ഷേത്രങ്ങള്, രാമേശ്വരത്തിലെ മണ്ഡപങ്ങള്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്തൊന്ന് കയറിയാൽ അത്ഭുതം തോന്നാറുണ്ട്. ഇതിനകത്ത് ആരെങ്കിലും ഹിന്ദുക്കളല്ലാത്തവരുണ്ടെങ്കിൽ അവരും പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് കയറണം. പേരൊന്ന് മാറ്റിയാൽ മതി, കുറച്ചു നേരത്തേക്ക് കരുണാകരൻ എന്ന് പേരിട്ടാൽ മതി. എല്ലാവരും അറിയപ്പെടുന്ന പേരാണ്. കണ്ടിന്യൂ ആയി അകത്തേക്ക് പോയിട്ട് തൊഴുതിട്ട് പുറത്തേക്ക് വന്നിട്ട് പറയാം എൻ്റെ പേര് അരുണാകരനല്ലാന്ന്. ഒരാളൊന്നും ചെയ്യാൻ പോലെയാണ്. അപ്പോൾ വളരെ സിമ്പിൾ. എന്തായാലും ഏറ്റവും അധികം ഈശ്വരന്റെ പേരുള്ളത് ഇടതുപക്ഷക്കാർക്കാണ്. അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ബംഗാളിലെ ഓരോരുത്തരുടെയും പേര് കേട്ടിട്ടുണ്ടോ? ശരിക്കും മഹാവിഷ്ണുവിന്റെ പേര് പര്യായം മാത്രമാണ് ബംഗാളിലെ ഇടതുപക്ഷക്കാർക്കുള്ളത്. അതവിടെ ഇരിക്കട്ടെ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്തേക്ക് കയറിയാൽ ആ ഗ്രാനൈറ്റിന്റെ മാർവല്, അതിന്റെ സയൻസ്, മാർച്ച് 21-ാം തീയതിയും സെപ്റ്റംബർ 21-ാം തീയതിയും കിഴക്കേ കോട്ടയിൽ നിന്ന് വൈകുന്നേരം 3 മണിക്ക് ശേഷം പടിഞ്ഞാട്ട് നോക്കിയാൽ ഈ ഗോപുരത്തിന്റെ 5 വാതിൽക്കൽ കൂടി സൂര്യൻ ഇറങ്ങുന്നത് കാണാൻ സാധിക്കും. മാർച്ച് 21-നും സെപ്റ്റംബർ 21-നും മാത്രമേ കാണുള്ളൂ, മറ്റൊരു ദിവസം കാണില്ല. സൂര്യൻ ഭൂമധ്യരേഖയിൽ വരുന്ന ദിവസം. ഈ ഗോപുരം ഉണ്ടാക്കിയപ്പോൾ ആസ്ട്രോണമിക്കൽ പാരാമീറ്റേഴ്സ് അവർ മുമ്പിൽ വെച്ചിരുന്നു എന്നുള്ളതിന് തെളിവ് ഞാൻ 2-3 ഉദാഹരണങ്ങൾ പറഞ്ഞുള്ളൂ. ആ ഭാരതത്തിന്റെ ശാസ്ത്രം പഠിക്കണം, ആ ഭാരതത്തിന്റെ സാങ്കേതിക വിദ്യ പഠിക്കണം. അറിയാൻ ആവശ്യമായിട്ടുള്ള സർവ്വതും നിങ്ങൾക്ക് എത്തിക്കാം. നിങ്ങൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഈ കാസറ്റ് ഇട്ട് കേൾക്കാം. ഒരു കാസറ്റിനും കോപ്പിറൈറ്റ് ഇല്ല. എത്ര കോപ്പി എടുത്തിട്ട് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം. പഠിക്കാനുള്ളത് നിങ്ങളുടെ മക്കളെ കേൾപ്പിക്കുക. പലപ്പോഴും അച്ഛനമ്മമാര് പറയാറുണ്ട്, സാറേ ഇതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടെ, എങ്ങനെയാ മക്കളെ പഠിപ്പിക്കുക? ഒരു വിഷമവും ഇല്ല. രാവിലെ സമയമുള്ള ദിവസം കാലത്ത് കാസറ്റ് ഇടുക, ഒന്നും നോക്കണ്ട. അവര് കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ, ഓട്ടോമാറ്റിക്കലി അവർ പഠിക്കാതിരിക്കില്ല. നിങ്ങൾ പഠിക്കാതിരിക്കില്ല. കാറിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ പഠിക്കാതിരിക്കില്ല. അത് ആ കാസറ്റിലൂടെ പഠിക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മ വരികയും ചെയ്യും. സ്വയം അഭിമാനം ഉണ്ടാകും. ഭാരതീയ പൈതൃകം പഠിച്ചാൽ ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരില്ല. ഹാർട്ട് ഉണ്ടെങ്കിൽ അത് ഹാർട്ട് പ്രൊട്ടക്ട് ചെയ്യും. കാരണം യു ആർ അണ്ടർ ഹാപ്പിനെസ്. ആത്മവിശ്വാസം, ആത്മസംതൃപ്തി, നിങ്ങൾക്ക് തോന്നുന്ന ഫീലിംഗ്, അതാണ് ഭാരതം എന്ന രാഷ്ട്രം. ഈ ശാസ്ത്രത്തിന്റെ പൈതൃകം പലരും പറയാറുണ്ട്. ആരാ ബ്ലഡ് സർക്കുലേഷൻ കണ്ടുപിടിച്ചത്? വില്യം ഹാർവി അല്ല. വളരെ ഗംഭീരമായിട്ട് ചരക മഹർഷി വിവരിച്ചിട്ടുണ്ട്. അത്ര ഭംഗിയായിട്ട് ധമന്യോ രക്തവാഹിന ചതുർവിംശതിരതീത കുല്യാഭിദീപകേദാര രാസ്താഭിർ ദേഹോഭിവർദ്ധതേ കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട്. അതിമഹത്തായ ശാസ്ത്ര സാങ്കേതിക പൈതൃകം പഠിക്കണം. അവസാനത്തെ ദിവസം വരെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിമിഷം ജ്വലിതം ശ്രേയം നത് ധൂമയിതും ചിരം. ഒരു നിമിഷമേ ജീവിച്ചിരിക്കുന്നുള്ളൂ എങ്കിൽ ജ്വലിച്ചുകൊണ്ട് ജീവിക്കുക, മറ്റുള്ളവർക്ക് പ്രകാശം പരത്തിക്കൊണ്ട് ജീവിക്കുക, അഭിമാനത്തോടു കൂടി ഭാരതീയനാണെന്ന് പറഞ്ഞ് ജീവിക്കുക. ലോകത്തിന്റെ ഏത് മൂലയിൽ ജീവിച്ചാലും ഭാരതത്തെ കുറിച്ച് മറക്കാതിരിക്കുക. ഡോക്ടർ APJ അബ്ദുൽ കലാം മുമ്പിൽ കാണുന്ന ആ ഉജ്ജ്വലമായ ഭാരതം വളർന്ന് വികസിച്ച് ലോകത്തിന്റെ മുമ്പിൽ നിവർന്നു നിൽക്കുന്ന ഒരു ഭാരതത്തിന്റെ അംബാസിഡേഴ്സ് ആകാൻ ജഗദീശ്വരൻ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭാരതീയർക്കും ആ അഭിമാനം ഉണ്ടാകണം. ഭാരതത്തിൽ കുറവുണ്ട്, ഭാരതത്തിൽ ഒത്തിരി നെഗറ്റീവ് ഉണ്ട്. മറ്റ് രാജ്യങ്ങളിൽ ഇല്ലേ? അത് എത്ര നെഗറ്റീവാ മറ്റ് രാജ്യങ്ങളിലുള്ളത്. അതുകൂടി നമ്മളൊന്ന് അറിയണം. നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യമുണ്ട്. 2007 ആഗസ്റ്റ് 15-ാം തീയതി ഭാരത സ്വാതന്ത്ര്യത്തിന്റെ 60-ാം വാർഷികമാണ്. ഷഷ്ടിപൂർത്തി എന്ന് നമ്മൾ പറയും. ആ ഭാരത സ്വാതന്ത്ര്യത്തിന്റെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്നതിന് മുൻപ് 10 കോടി ഭാരതീയരിലെങ്കിലും ഈ പൈതൃകത്തിന്റെ സന്ദേശം എത്തിക്കാൻ സാധിക്കണം. ഭാരതീയ പൈതൃകത്തിന്റെ സന്ദേശം എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. സന്തോഷത്തോടുകൂടി, ചാരിതാർത്ഥ്യത്തോടുകൂടി നിങ്ങൾ കുടുംബാംഗങ്ങള് ഒരുമിച്ച് ചേർന്ന് ആർക്കെല്ലാം അത് എത്തിക്കാൻ സാധിക്കൂ. The scientific and technological heritage of India and each and every bit of the knowledge, let it reach to everyone in the world. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ആഗ്രഹം, ഒരു അപേക്ഷ ഞാൻ വെച്ചു. 2007 ആഗസ്റ്റ് 15 ഒരാഗ്രഹവും കൂടി വയ്ക്കുന്നു. എന്നെങ്കിലും നിങ്ങൾ
ഗുരുവായൂരിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, തൃശ്ശൂർ വഴി പോകുന്നുണ്ടെങ്കിൽ, തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന വഴി കേച്ചേരിക്കും കൈപ്പറമ്പിനും ഇടയ്ക്ക്, അല്ലെങ്കിൽ കൈപ്പറമ്പിനും കേച്ചേരിക്കും ഇടയ്ക്ക് മഴുവഞ്ചേരി എന്നൊരു സ്ഥലമുണ്ട്. മഴുവഞ്ചേരി, പരശുരാമന്റെ മഴു, കേച്ചേരി, അത് രണ്ടും കൂടി ചേർത്ത കളഞ്ഞാൽ മഴുവഞ്ചേരി. അവിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ അത്യപൂർവ ഗ്രന്ഥങ്ങളുടെ ഒരു ലൈബ്രറി കഴിഞ്ഞ 3 മാസമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത്യപൂർവ ഗ്രന്ഥങ്ങൾ, പഴയ സാധനങ്ങളുടെ ഒരു മ്യൂസിയം ഉണ്ട്. നമ്മുടെ എല്ലാ പ്രോഡക്റ്റും പുസ്തകങ്ങളും ഇവിടെ ലഭ്യമാണ്. ഒരു നല്ല ഓഡിറ്റോറിയം ഉണ്ട്, ഒരു നല്ല ശാസ്ത്രക്ഷേത്രമുണ്ട്. ഏത് വിഭാഗം ജനങ്ങൾക്കും അകത്ത് കയറാവുന്ന ഒരു ക്ഷേത്രമുണ്ട്. അവിടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. നമ്മുടെ പൈതൃക അറിവുകളില് അതിന് അവിടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അടുത്ത അക്കാഡമിക് ഇയർ മുതൽക്ക് ഒരു കോളേജ് സ്ഥാപിക്കാനുള്ള യജ്ഞത്തിലാണ്. വരണം, കാണണം, നിങ്ങളുടെ സജഷൻസ് തരണം. ഒരു കാര്യം എന്നും തൊഴുകയ്യോടെ നിങ്ങളോട് പറയാനുള്ളത്, ഈ മണലാരണ്യത്തില് കുവൈറ്റിലാണെങ്കിലും ബഹ്റിനിലാണെങ്കിലും ദുബായിലാണെങ്കിലും ഒമാനിലാണെങ്കിലും മണലാരണ്യത്തിൽ വിയർത്തവര് നൽകിയ സപ്പോർട്ട് കൊണ്ടാണ് ഈ കോളേജും ഈ മ്യൂസിയവും ഈ ലൈബ്രറിയും ഈ ലാൻഡും എല്ലാം വികസിപ്പിച്ചെടുത്തത്. കഴിഞ്ഞ 1.5 വർഷം കൊണ്ട്, അതിൽ കൂടുതലായിട്ടില്ല, 1.5 വർഷം കൊണ്ട് ഇത്രയും ചെയ്യാൻ സാധിച്ചത് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ടാണ്. അത് ഉണ്ടാകണം. ഈ മഹായജ്ഞത്തില് സാധിക്കുമെങ്കിൽ അതുണ്ടാകണം. അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് സജഷൻ തരാനുണ്ടെങ്കിലും സജഷൻ ബുക്കിൽ എഴുതി വെക്കുക. വിത്തിൻ ഡേയ്സ് ഇറ്റ് വിൽ ബി ഇംപ്ലിമെന്റഡ് ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ ടു ഇംപ്ലിമെന്റ്. അത് ചെയ്തിട്ടുണ്ട്, ചെയ്യുകയും ചെയ്യും. അവിടെ മറ്റ് യാതൊരു പൊളിറ്റിക്സ് ഒന്നും ഇല്ലാതെ ശാന്തമായിട്ട് മുമ്പോട്ട് പോകുന്ന ആ സ്ഥലത്തേക്ക് നിങ്ങൾ അതിൻ്റെ അടുത്ത് കൂടെ പോവുകയാണെങ്കിൽ വരണം എന്ന് ക്ഷണിക്കുന്നു. എൻ്റെ ആഗ്രഹം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. എന്നും ഓർക്കുക, നിങ്ങളെന്ന വ്യക്തി പരമാവധി ഉയരുക. നിങ്ങളുടെ കുടുംബ ബന്ധം പരമാവധി ഉയർത്തുക. സമൂഹ ബന്ധം, സനാതന ധർമ്മം പരമാവധി പഠിച്ച് നിങ്ങളെ അഭിമാനം കൊള്ളുക, മറ്റുള്ളവരിൽ എത്തിക്കാം. നിങ്ങളുടെ രാഷ്ട്രം അത് എന്നും ചൈതന്യവത്താക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുന്നതെല്ലാം ചെയ്യാം. ആ നാടിന്റെ മഹത്വം അറിയുമ്പോൾ അഭിമാനപൂരിതനായ ഒരു ഭാരതീയന്റെ വികാരം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. കാരണം നിങ്ങളിൽ ഒരാൾ പോലും വാച്ച് നോക്കിയില്ല, ഒരാൾ പോലും ഇത്രയും സമയം കൂട്ടുവായ വിട്ടില്ല. ഇതിനകത്തിരുന്നപ്പോൾ ഞാൻ കഴിയുന്നിങ്ങനെ കറങ്ങി നോക്കിക്കൊണ്ടാണ് പ്രഭാഷണം നടത്താറുള്ളത്. ഒരാളിൽ പോലും ആ വിരസത അനുഭവപ്പെടാതിരിക്കാൻ കാരണം ഒരു ഗോപാലകൃഷ്ണൻ പ്രഭാഷണം നടത്തിയത് കൊണ്ടല്ല. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഒരു വരി അറിയാതെ തെറ്റിയിട്ടുണ്ട്. സാധാരണ ഇൻട്രൊഡക്ഷൻ ഞാൻ കറക്റ്റ് ചെയ്യാറില്ല, പക്ഷെ വലിയ ഒരു അബദ്ധമായതുകൊണ്ട് അത് തിരുത്താതിരിക്കാൻ സാധ്യമല്ല. 1947 ശേഷം സാൻസ്ക്രിറ്റിൽ ഡിലിറ്റ് കിട്ടിയ ഒരേ ഒരു വ്യക്തിയാണ് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞത് തെറ്റം. 1947 ശേഷം സയന്റിഫിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആർക്കും ഡിലിറ്റ് കൊടുക്കാറില്ല. എല്ലാം ലിറ്ററേച്ചർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഡിലിറ്റ് കൊടുക്കാറുള്ളൂ. അപ്പൊ സയന്റിഫിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളില് കിട്ടാൻ ഭാഗ്യം ഉണ്ടായതിൽ ഒരാളാണ്. അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് 100% റോങ്ങാണ്. സയന്റിഫിക് ഫീൽഡിൽ ബയോകെമിസ്ട്രിയിൽ PhD എടുത്ത് മറ്റ് സബ്ജക്റ്റുകൾ സയൻസ് ആയതുകൊണ്ട് ഡിലിറ്റിന് അർഹതയുള്ളതല്ല. മറിച്ച് സാൻസ്ക്രിറ്റില് കുറച്ച് നോക്കാൻ സാധിച്ചതിൻ്റെ ഒരു റെക്കഗ്നിഷൻ എന്ന രീതിയിലാണ് ഡീംഡ് യൂണിവേഴ്സിറ്റി ഡിലിറ്റ് എന്ന് തന്നത്. അത് അപ്രകാരം ഒന്ന് സയന്റിഫിക് ഫീൽഡിലുള്ളവർക്ക് കൊടുത്തിട്ടില്ല. അത് വാങ്ങിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി എന്ന് തിരുത്തി മനസ്സിലാക്കിയില്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളെ തിരുത്തും. ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നുള്ളത്. അതുകൊണ്ട് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു. ഭാരതീയ പൈതൃകത്തില് എന്നും അഭിമാനപൂരിതമാകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു അസാധാരണമായ സംതൃപ്തിയോട് കൂടിയാണ് ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങുന്നത്. ഇവിടെ വന്ന് നിന്ന് ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഈശ്വര, ആരും കൂട്ടുവായ വിടരുതേ, ആരും വാച്ച് നോക്കരുത് എന്ന്. കാരണം എന്നെ ഇവിടെ കൊണ്ടുവന്നവര്, ഈ പൈതൃകം പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചവര് 5-6 പേരുണ്ട്. കൃഷ്ണമൂർത്തിയും രാജനും ഭാസിയും
രാജഗോപാലനും രാധാകൃഷ്ണനും തുടങ്ങിയ കുറേ പേരുണ്ട്. അവര് എന്നെ കൊണ്ടുവന്ന് അവര് ചെയ്തിരിക്കുന്ന ആ പ്രവർത്തനത്തിന് ഒരിക്കലും നെഗറ്റീവ് ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിച്ചിരുന്നു. അത് ചാരിതാർത്ഥ്യത്തോടുകൂടി ഇറങ്ങുകയാണ്. നന്ദിയുണ്ട്, സ്നേഹമുണ്ട്, പ്രാർത്ഥനയുണ്ട്. ആയുസ്സും ആരോഗ്യവും സൗഖ്യവും നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾ പ്രവർത്തിക്കുന്ന ഈ ദേശത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ല ഒരംശം ചെലവഴിക്കുക, ഉയരുക. ബാക്കി സമയം നിങ്ങളുടെ മാതൃഭൂമിക്ക് വേണ്ടി ചെലവഴിക്കുക. സാധിക്കുമെങ്കിൽ 3% സമയം, 3% ഊർജം നിങ്ങൾ സമ്പാദിക്കുന്നതിൽ 3% എമൗണ്ട് നിങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ, സനാതന ധർമ്മത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കട്ടെ എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വിനീത പ്രണാമം. നമസ്കാരം.